ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ബഹുമാനികളായ ഉമറാക്കളെ, സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ സേവകരെ, ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളെയും നീക്കിത്തരട്ടെ. ഒന്നിനായ ചെറുശ്ശേരിസ്ഥാനടക്കമുള്ള ആളുകൾക്ക് അള്ളാഹു സമ്പൂർണ്ണ സൗഖ്യവും സമ്പൂർണ്ണ ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മുസീബത്തുകളെ കൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ പരിപാടി സംഘടിപ്പിച്ചവർക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അതിന് പിന്നിൽ അധ്വാനിച്ചവർക്കും സേവനം ചെയ്തവർക്കും ചെലവഴിച്ചവർക്കും എല്ലാം അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ പൊരുത്തവും റഹ്മത്തും ദുനിയാവിലും നാളെ ആഖിറത്തിലും തുറന്നു തരികയും ഈ സദസ്സ് മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും സദസ്സാക്കി അള്ളാഹുവിന്റെ പ്രത്യേക പൊരുത്തം കിട്ടിയ മജ്ലിസാക്കി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, വളരെ കുറഞ്ഞ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഒരു വളരെ ഗൗരവമായ വിഷയം ഒരാനയിൽ ആനയെ പിടിച്ച് കുപ്പിയിലാക്കുന്നത് പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പണി, ഒരു സർക്കസിൽ ജാലിക്യം പോലെയുള്ള ഒരു തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകിയാൽ ഞാൻ അവതരിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സമയം വളരെ പരിമിതമാണ്. ഭക്ഷണത്തിൽ കാത്തിരിക്കുന്നവരാണ്, ഇതൊക്കെ അതിനെ കൃത്യമായി നടന്നു പോകേണ്ടവരാണ്. പ്രമേയം മറ്റുള്ള കാര്യമൊക്കെ ഉള്ളവരുണ്ടാകും. ഭക്ഷണം നേരം വയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ അത് ഗൗരവമായി ആലോചിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ആദർശ വിശുദ്ധിയുടെ 90 വർഷങ്ങൾ എന്നതാണ് എന്റെ വിഷയം. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്കിടയിൽ 2 നിലയ്ക്ക് ഇടപെടും. ചിലപ്പോൾ റഹ്മത്ത് കൊണ്ട് ഇടപെടും, ചിലപ്പോൾ നിഖ്മത്ത് കൊണ്ട് ഇടപെടും. അള്ളാഹുവിന്റെ ഇടപെടൽ നടന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തന്റെ അടിമകളോട് വലിയ ദയയുള്ളവനാണ്, വലിയ കരുണയുള്ളവനാണ്. ഇസ്രായേലി ജനതയുടെ ഉശിര നഷ്ടപ്പെട്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് അമാലിക ഗോത്രം അവരുടെ കയ്യിൽ നിന്ന് തൗറാത്ത് കട്ടുകൊണ്ടുപോയി. അതിനാൽ അവർക്ക് വലിയ ആപത്തുകൾ സംഭവിച്ചു. എന്നല്ല, അവരുടെ പെണ്ണുങ്ങളെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് പേടിയായിരുന്നു. ആ സാഹചര്യത്തിൽ അവരുടെ പെണ്ണുങ്ങൾ കമ്പോളങ്ങളിലും മറ്റും വിൽപ്പന ചരക്കാക്കപ്പെടുന്ന വിധത്തിൽ അടിമകളാക്കപ്പെട്ടു. വളരെ പ്രയാസങ്ങൾ അവർക്കുണ്ടായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. ആ ഇടപെടലാണ് ജാലൂത്തിന്റെ തകർച്ചയായ അൽ-ബഖറയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. അതിന് പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു വാക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വലൗലാ ദഫറുല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഫസദത്തിൽ അർള് വലാകിന്നല്ലാഹ ദൂ ഫളിൻ അലൽ ആലമീൻ. അള്ളാഹു ചിലപ്പോൾ പ്രതിരോധിക്കും, ഇടപെടും. എന്തുകൊണ്ട്? അടിമയോട് അള്ളാഹു വലിയ ദയാലുവാണ്. അള്ളാഹു 2 നിലയ്ക്ക് ഇടപെടും. ചിലപ്പോൾ അതിൽവിട്ട കളി നടക്കുമ്പോൾ അള്ളാഹു നിഖ്മത്ത് കൊണ്ട് ഇടപെടും. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് സുനാമി. അതൊരു നിഖ്മത്തിന്റെ ഇടപെടലാണ്. സുമാത്ര അടക്കമുള്ള ദ്വീപുകളിൽ പല പ്രദേശങ്ങളിലും പച്ചപ്പകലിൽ നട്ടുച്ച നേരത്ത് പോലും വ്യഭിചരിക്കുക, പരസ്യമായി വ്യഭിചരിക്കുന്നതിന്
ഒരു മടിയുമില്ലാത്ത ജനതയുടെ മേലാണ് ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പാഠമായി അള്ളാഹു സുനാമി നൽകിയത്. അത് നിയമത്തിന്റെ ഇടപെടലാണ്. അങ്ങനെ പല നിലക്കും പല സ്ഥലങ്ങളിലും ഇടപെട്ട ചരിത്രമുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ റഹ്മത്തിന്റെ ഇടപെടലാണ് വളരെ ഗൗരവമായ ഇടപെടൽ. അത് അള്ളാഹുവിന്റെ വലിയ ദയയാണെന്ന് മനസ്സിലാക്കാം. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരോട് പ്രത്യേകിച്ച് ഇടപെടും. അവന്റെ ഇഷ്ടദാസന്മാർ മുഅ്മിനീങ്ങളാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഞാൻ ഇടപെടലുകൾ നമ്പർ 1 സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മദ്ഹബില്ല, മദ്ഹബിന്റെ ആവശ്യവും ഇല്ല. എന്തുകൊണ്ട്? പക്ഷാന്തരങ്ങൾ അവാന്തരങ്ങൾ ഇല്ല. അവർ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. അറിവുള്ളവരും അറിവില്ലാത്തവരും മുതഈങ്ങളാണ്, ഒളിപ്പെടുന്നവരാണ്, നല്ല മനസ്സുള്ളവരാണ്, അഹങ്കാരമില്ലാത്തവരാണ്, നക്ഷത്ര സമാനരാണ് അസ്ഹാബു റസൂലില്ലാഹി. അപ്പോൾ പിന്നെ കുഴപ്പങ്ങളില്ല. ഒരു വിഷയത്തിൽ അറിയില്ലെങ്കിൽ അറിവില്ലാത്ത ഒരു സഹാബി മേൽ വിഷയത്തിൽ അറിവുള്ള സഹാബിയോട് ചോദിക്കും, കരണീയമായിട്ട് സ്വീകരിക്കും. അതെല്ലാം മുത്തനബി അംഗീകരിച്ചതുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വഹാബത്തിന്റെ അവസാന ഭാഗത്ത് അവാന്തര വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യേകിച്ചും അവന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഇബാദത്താണ്. അതിന്റെ ഇടയിൽ സംസാരിക്കരുത്. സംസാരിക്കുന്നവന് പോലും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിസ്കാരം ഒന്നാണെങ്കിൽ, നിസ്കാരം പകുതിയാണെങ്കിൽ വഅദ് ഇരട്ടിയാണ്. നിസ്കാരം ഇമാദുദ്ദീനാണ്, ഹയാത്തുൽ ഇസ്ലാമി ഇമാദുദ്ദീനാണ്. ഇത് മനസ്സിലാക്കണം. ഇത് തല കൊടുത്തിട്ട് ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. മക്കയിൽ ഒരു പിടി മണ്ണ് പോലും സ്വർഗമില്ല, മദീനയിൽ സ്വർഗം ഉണ്ട്. എന്തുകൊണ്ട്? മക്കക്കാർ നിർഭയമായ ഇൽമിന് അവസരം മുത്തുനബിക്ക് നൽകിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർ ഇൽമിനെയും ആലിമിനെയും പാട്ടുപാടി സ്വീകരിച്ചു കൊണ്ടുപോയി. അപ്പോൾ മദീനയിൽ സ്വർഗമുണ്ടായി. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗം എന്ന ഒരു തരി മണ്ണ് മക്കയിലില്ല, മദീനയിലുണ്ട്. മദീനയിലെ ആ സ്ഥലത്ത് നിസ്കരിച്ചാലുള്ള ശറഫ് അല്ലാഹു അല്ലാത്തൊരാൾക്ക് അറിയുകയില്ല. മക്കയിലെ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ കൂലിയാണ്. മദീനയിലെ മറ്റു ഭാഗങ്ങളിൽ ഒരു റക്അത്തിന് 10,000 കൂലിയാണ്. റൂമ ആലിം 10 കൊല്ലം ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇൽമ പഠിപ്പിക്കുകയും ചെയ്ത സ്ഥലത്ത് നിസ്കരിച്ചാൽ എത്രയാണ് നൂലിലായ ഇല്ലല്ലാഹ്. അത് 10 10,000 അല്ല, 10 കോടി അല്ല. അത് അവിടെ ഇരുന്നാ മതി, ദോഷം പുറത്തു. ഇൽമിനെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ വിഷയം നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരം വളരെ ശ്രദ്ധിക്കണം. ഇത് ഇബാദത്താണ്, ഇതേറ്റവും വലിയ ഇബാദത്താണ്. ഇതിനേക്കാൾ വലിയൊരു ഇബാദത്തില്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹുവിന്റെ കാലം, അവസാന ഖുലഫാക്കളുടെ കാലം, ഖലീഫ സയ്യിദുന അലി റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴത്തിന് അവാന്തര വിഭാഗങ്ങൾ വന്നു ശക്തിപ്പെട്ടു. അതിൽപ്പെട്ട ചില ആളുകൾ, ഒന്ന് ഖവാരിജ്, ഒന്ന് ഖദരിയത്ത്, അവർക്കെല്ലാം അവരവരുടേതായ വീക്ഷണങ്ങളും ഫിഖ്ഹുകളും അവർ കൊണ്ടുവന്നു. അപ്പോൾ സാധുക്കളായ പല ആളുകളും അതിന്റെ പേരിൽ പ്രയാസപ്പെട്ടു. ആ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്ത് വലിയ പ്രയാസം അതിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായി. അവര് സലാം പറയുമ്പോൾ പോലും ഇയാളെ പറ്റി അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് സലാം പറഞ്ഞു അയച്ചപ്പോൾ പറഞ്ഞു, അന്വേഷിക്ക്, അവിടെ പോയിട്ട് എന്റെ സലാം അയാൾക്ക് പറയുന്നതിന് മുമ്പ് അന്വേഷിക്ക്. അയാൾ ഖദരിയത്തിലോ ഖവാരിജിലോ ചേർന്നിട്ടുണ്ടോ അന്വേഷിക്ക്. ഉണ്ടെങ്കിൽ എന്റെ സലാം അയാൾക്ക് പറയരുത് എന്ന് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു. ഖദരിയത്തും ഖവാരിജുമെല്ലാം അവരുടേതായ ഫിഖ്ഹുകൾ കൊണ്ടുവന്ന സ്വഹാബത്തിന്റെ അവസാന ഘട്ടം, ആദ്യഘട്ടമല്ല. അപ്പോൾ പിന്നെ സ്വഹാബത്തിന്റെ അവസാന ഘട്ടം വരുന്ന സാഹചര്യത്തിൽ വല്ലാത്തൊരു തിരിച്ചറിയായ്മയുടെ ഇല്ലായ്മയുടെ സാഹചര്യം വന്നു.
അവർക്ക് അവരുടേതായ ഫിഖ്ഹുകൾ ഉണ്ടായി. ഫിഖ്ഹിലാണ് ആദ്യമായി ഒരു പ്രധാനമായും കൈവച്ചത്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ സംഭവം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പള്ളി നിസ്കരിക്കാൻ കയറി ളുഹ്റിന്റെ നേരം. അപ്പോൾ മുഅദ്ദിൻ തസ്ലീം പറഞ്ഞു, അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് ഖദരിയത്തിന്റെ വാദമായിരുന്നു. ഖദരിയത്തിന്റെ വാദം തസ്ലീം അത് സുബഹിക്ക് മാത്രം പോരാ, എല്ലാ വഖത്തിലും വേണമെന്നാണ്. അതിനവരൊരു ന്യായമുണ്ടാക്കി. എന്താ ന്യായം? മനുഷ്യർക്ക് എപ്പോഴും ഉറങ്ങാലോ. അതുകൊണ്ട് നല്ല ന്യായമാണ്. ന്യായങ്ങൾ പറഞ്ഞതൊക്കെ നല്ല ന്യായ, പറയുന്നതൊക്കെ നല്ല ന്യായ പറയാം. ശരിയെന്നല്ലേ? ശരിയാ. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഉറങ്ങിയതെന്നോ ഒരു സമൂഹം എപ്പോഴാണ് അധപ്പതിച്ചതെന്നോ തീരുമാനിക്കാൻ കഴിയില്ല എന്നൊരു ചിന്തകൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്. ഒരു സമൂഹം എപ്പോഴാണ് അധപ്പതിച്ചത് കൃത്യമാക്കി പറയാൻ കഴിയില്ല. ഒരു വ്യക്തി എപ്പോഴാണ് ഉറങ്ങിയെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഖദരിയത്ത് എന്ത് ചെയ്യും? എല്ലാ വഖത്തിലും തസ്ലീം പറയും, അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളിയിൽ ഉള്ളെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറുകയാ സയ്യിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ചാടി പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി ഈ വൃത്തിയത്വം ബാങ്ക് കൊടുക്കുന്ന പള്ളിയെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചാടി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇത് അവസാന ഘട്ടമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ഇടപെടൽ നടത്തി. താബിഈങ്ങൾ ഈ ഘട്ടത്തിലാണ് മദ്ഹബുകൾ ഉണ്ടായിട്ടുള്ളത്. ചിന്തിക്കണം. സ്വഹാബത്തിന്റെ ആദ്യഘട്ടത്തിലോ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട താബിഈങ്ങളുടെ ഘട്ടത്തിൽ മദ്ഹബ് വന്നു. താബിഈങ്ങളിലൂടെ അത് പൂർത്തീകരിച്ചു. ആദ്യത്തെ മദ്ഹബ് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട അബൂ ഹനീഫ നുഅ്മാൻ റളിയല്ലാഹു അൻഹു താബിഈയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ തന്റെ മനാഖിബ് അബീ ഹനീഫ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം ബൈഹഖിക്ക് റളിയല്ലാഹു അൻഹു അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. സ്വഹാബികളിൽ അനവധി സ്വഹാബികളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട 12ഓളം സ്വഹാബികളിൽ അവരുടെ ഉസ്താദുമാരാണ് എന്ന് അബൂ ഹനീഫ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തബീഉ സ്വഹീഹ് ഫീ മനാഖിബ് അബീ ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഒന്നാമത്തെ കീഴ്പ്പ് അബൂ ഹനീഫ നുഅ്മാൻ. പിന്നെ ഒരു 4 ആളും ബാക്കി 3 ആളും കൂടി പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മാലിക് ബിൻ അനസ് രണ്ടാമതായി വന്നു. മൂന്നാമതായി ഇമാം ശാഫിഈ, 4ാമതായി അഹ്മദ് ബിൻ ഹംബൽ. അതോടുകൂടെ ഉസൂൽ പൂർത്തിയായി. ആ ഉസൂലും ലോകം സമ്മതിച്ചു. ഇനി ആ ഉസൂലിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ആ ഉസൂലിൽ നിലകൊള്ളാം. ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഇടപെടലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭയങ്കര പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിച്ചു. ചിന്തിക്കണം. അത് അല്ലാഹുവിന്റെ. അതോടെ എന്തുണ്ടായി? പിൻഗാമികൾക്ക് കർമ്മശാസ്ത്രത്തിൽ ഒരു കുഴപ്പമുണ്ടായില്ല. അത് അടിത്തറയായിട്ട് അങ്ങോട്ട് പോയി. അതിന് പുറത്തോട്ട് പോയവരെ മുസ്ലിമീങ്ങളോട്ട് സ്വീകരിച്ചതുമില്ല, തള്ളി. മുസ്ലിം ലോകം തള്ളി. ഈ 4ന്റെ ഉസൂലിന്റെ പുറത്തേക്ക് പോയവർ തള്ളി. വലിയ നേട്ടം മോമിനീങ്ങൾക്ക് ഇതുവഴി ഉണ്ടായി. അത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ ഇടപെടലാണ്. പാഠം നമ്പർ 1. പക്ഷെ പിന്നീട് വീണ്ടും ചില പ്രശ്നങ്ങൾ വന്നു. ഇൽമുൽ കലാമിൽ ചില യമനശാസ്ത്രങ്ങളും മറ്റുമൊക്കെ ചില മുസ്ലിമീങ്ങൾ പഠിച്ചു. തർക്കശാസ്ത്രം വന്നു. യമനശാസ്ത്രം ഇസ്ലാമിക ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. അതിൽ നിന്ന് മുഅ്തസിലി വാദം വന്നു. മുഅ്തസിലികൾ ചിന്തിക്കണം. അവർ ഈ പറഞ്ഞതുപോലെ ബുദ്ധിയെ നിമിത്തമാക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ അത് വെച്ച് അവർ ഇസ്ലാമിലെ പല കാര്യങ്ങളെയും പല വിശ്വാസ കാര്യങ്ങളെയും ബുദ്ധി വെച്ച് അളന്നു നോക്കിയപ്പോൾ പിഴച്ചു. വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. അടിസ്ഥാനപരമായ പലതിലും പുറകോട്ട് പോയി. ഖുർആൻ മഖ്ലൂഖാണെന്ന് വരെ ചില ആളുകൾ വാദിച്ചു. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ 2ാമത്തെ ഇടപെടൽ വന്നു. അതാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ അൽ മാതുരീദി. ആ
അതുവഴി അള്ളാന്റെ രണ്ടാമത്തെ ഇടപെടൽ വന്നു, വിശ്വാസത്തിന്റെ കീഴിലിട്ടു, ഇനി പുറത്തേക്കൂല. അത് അള്ളാന്റെ റഹ്മത്തിന്റെ ഇടപെടലാണ്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. അള്ളാഹു എന്തുകൊണ്ട് ولكن ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. പുതിയത് വന്നപ്പോൾ പുതിയത് കൊണ്ടുവരുമ്പോ ഇവരായി ഒന്നും ഉണ്ടാക്കില്ല, അതിങ്ങനെ ഒഴുക്കിൽ വരും. കേരള അദ്വത്തുൽ മുജാഹിദീൻ പറയും, ഞങ്ങളാണ് ആദ്യം സംഘടന ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചത്. പുതിയ മദ്ഹബിനെ കൊണ്ടുവന്നപ്പോൾ അതിയത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് മദ്ഹബ് വേർതിരിവേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വഹാബത്തിന്റെ തുണച്ചു പോലും. തല കൊടുത്തിട്ട് ചിന്തിക്കണം. അത് അവർ പറഞ്ഞാൽ തന്നെ മതി, അവർ ഒന്നുപോയി. എന്തുകൊണ്ട് ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. സൂറത്തുൽ ബഖറ. നാം ചിന്തിക്കാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇങ്ങനെ അവസരോചിതമായ ഇടപെടലുകൾ നടന്നു. അതേപോലെ പിന്നീട് ചില വിഷയങ്ങൾ വന്നു. മുസ്ലിം രാജ്യങ്ങൾ വികസിച്ചു. രാജ്യങ്ങൾ വികസിച്ചപ്പോൾ ഉണ്ടായ കാര്യം എന്താ? ധാരാളം സമ്പത്ത് വന്നു. സമ്പത്ത് വന്നപ്പോൾ ദീനീ വിഷയങ്ങളിൽ നിന്ന് അറിയാതെ ജനങ്ങൾ ഭൗതിക വിഷയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ഒഴുകി. അപ്പോൾ തസവ്വുഫിനെ പഠിപ്പിക്കാൻ, ആഖിറത്തെ ചിന്തിപ്പിക്കാനുള്ള ചില സരണികൾ കയറി വന്നു. അതാണ് ബേസിക് ത്വരീഖത്ത്. അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഈ ത്വരീഖത്ത് ആദ്യകാലത്ത് ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരെല്ലാം ദുനിയാവിനേക്കാൾ ആഖിറത്തെ തിരഞ്ഞെടുത്തവരാണ്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അത് ഇടപെടലാണ്. അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഖാദിരിയത്ത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. നിഫാഇയത്ത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇങ്ങനെ ഒരുപാട് സത്യസരണികളുണ്ട്. ആ സരണികൾ, ധാരാളം സരണികൾ, അല്ലാഹുവിന്റെ അംഗീകരിച്ച സരണികൾ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ സരണികളെല്ലാം ആഖിറത്തിനെ പരിചയപ്പെടുത്തി. അതിൽ ഒരുപാട് തസ്നീഫാത്തുകൾ, ഗ്രന്ഥരചനകൾ നടന്നു. അപ്പോൾ ജനങ്ങൾ ഭൗതികതയിലേക്ക് ഒഴുകിപ്പോയ ജനങ്ങളെ പെട്ടെന്ന് ഈമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം മഹാസരണികൾക്ക് കഴിഞ്ഞു. അതിൽപ്പെട്ട ഒരാളാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ത്വരീഖത്ത് രൂപപ്പെടുന്നത് നമ്മൾ ചിന്തിക്കാം. 40 ആണ്ടോളം പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 40 കൊല്ലം ബഗ്ദാദിൽ വാഴ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. എല്ലാ വെള്ളിയാഴ്ച രാവിലും വാഴ് പറയും. പൈസ കഴിഞ്ഞ് സുബഹ് വരെ വാഴ് പറയും ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു. ലക്ഷക്കണക്കായ ജനങ്ങൾ വാഴിൽ പങ്കെടുക്കും. അവരെല്ലാം സ്വാധീനവും. വലിയ ഒരു ചരിത്രമാണ് അതിന്റെ പിന്നിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെർബിയത്ത് വന്നതുകൊണ്ട് ലോകത്തെ ഏറ്റവും പ്രചാരം ഈ സരണിക്ക് വന്നു. അതാണ് വിശ്വമാസകലം ഖാദിരിയ സരണി അധികരിക്കാനുള്ള അടിസ്ഥാന കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ അല്ലാഹു ഓരോ ഇടപെടലും ആവശ്യാനുസാരം നടത്തിയിട്ടുണ്ട്. വലിയ വലിയ മുത്തഖ്യങ്ങൾ വന്നു. ഗ്രന്ഥരചനകളിൽ ഭൗതിക പ്രേരിതമായ ഗ്രന്ഥരചനകൾ വന്നപ്പോൾ തസവ്വുഫിന്റെ ഗ്രന്ഥരചന കൊണ്ട് ഇടപെട്ടു. അതിൽപ്പെട്ട ഒരാളാണ് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അവരുടെ അതാണ് 1000 കൊല്ലത്തിനിടയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥരചനയിൽ നടത്തിയ ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട യഹ്യ ഉലൂമുദ്ദീൻ. യഹ്യ എന്നത് ഒരു മാനദണ്ഡമാണ്. ഈ കാലഘട്ടത്തിലെ തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങൾക്ക് യഹ്യ മാനദണ്ഡമായി. ഒരു മുദരിസ്, പഴയകാലത്തെ ഒരു ആലിം യഹ്യയെ വിമർശിച്ച് തന്റെ ദർസിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം തന്റെ ദർസിൽ യഹ്യയെ വിമർശിക്കാറുണ്ടായിരുന്നു. ഒരു രാത്രി ആ മുദരിസ് ഉറങ്ങിയപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കൊണ്ടുവന്ന് എന്നിട്ട് മുദിരെ അടിച്ച് ഈ മനുഷ്യനെ അടിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ
ദർസ് ഹാളിൽ വന്നിരുന്നു മുദരിസ് ആകെ പുടച്ചിട്ടുണ്ട്, പിറച്ച് പനിക്കുന്നുണ്ട്. എന്തേ പറ്റിയ ഉസ്താദ് എന്ന് ശിഷ്യന്മാര് ചോദിച്ചു. അപ്പോൾ പുതപ്പ് നീക്കി കാണിച്ചു. ഹബീബായ റസൂലുള്ളാഹി ഇന്നലെ രാത്രി എന്തായാലും എന്നെ അടിച്ചു എന്ന് ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വഫാത്തിന്റെ 500 ചില്ലാനം കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇടപെടൽ നടക്കും. വളരെ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അനവധി ഇടപെടലുകൾ ചരിത്രത്തിൽ ഇങ്ങനെ കണ്ടാൽ എപ്പോഴും ഇടപെടലുകൾ കാണാം. ഹിക്മത്തിൽ ഇടപെടൽ കാണുമ്പോൾ അതാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഹിക്ം. അതൊരു ഇടപെടലാണ്. ബഹുമാനപ്പെട്ട കവിതകളിൽ അല്ലാഹു ജനങ്ങളെ ഇഷ്ടിലേക്ക് ക്ഷണിക്കുന്ന ഇടപെടലാണ്. എവിടെ കമ്മി വന്നോ അവിടെ ഇടപെടും. അതാണ് ബഹുമാനപ്പെട്ട ബുർദത്തു ശരീഫ. അതൊരു ഇടപെടലാണ്. 800 കൊല്ലമായി ഇന്നും മുസൽമാന്റെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ബുർദത്തു ശരീഫ. അതൊരു ഇടപെടലാണ്. അർശിൽ നോക്കി സമ്മതം വാങ്ങിക്കൊടുത്തു ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. അങ്ങനെ എഴുതിയതാണ് അമിൻ തദക്കിരി മുതലുള്ള വരികൾ. ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ചുരുക്കത്തിൽ റഹ്മത്തുകൊണ്ട് ഇടപെടും. അതായത് വിശ്വാസികളുടെ സരണി പ്രയത്നത്തിന് ഇടപെടും. കേരളം അള്ളാഹു ഇടപെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. സാധ്യത എന്ന് പറയണ്ട, ഇടപെട്ട ഒരു പ്രദേശമാണ്. കാരണം കേരളം എന്നാൽ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു നാടാണ്. ഖുർആനിൽ വളരെ വ്യക്തമായ സൂചന കേരളത്തെ കുറിച്ച് കാണാൻ കഴിയും. അത് അള്ളാഹു കേരളത്തിൽ നൽകിയ ഒരു തോൽപ്പിക്കാം. അതുകൊണ്ടാണ് ഇത് കേരളമായത്. കേരളത്തിന്റെ അളം കേരളമാണെങ്കിൽ തഞ്ചാവൂരും കേരളമാവും. ഇത് കേരളത്തിന്റെ അളമല്ല, ഇത് ഖൈറുള്ളയാണ്. ഇത് ഖൈറുള്ള എന്ന് പറയാൻ കാരണം ഇത് ഖൈറിന്റെ മണ്ണാണ്. നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ 10 അധ്യായം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. അന്നാസ് കൂട്ടമായി വന്നാൽ പിന്നെ നബിയെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോളൂ എന്നാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് കരഞ്ഞു റളിയല്ലാഹു അൻഹു. എന്തിനാ മോനെ കരയുന്നതെന്ന് ചോദിച്ചു. ഇതാ ഫത്ഹ് വരുമെന്നല്ലേ പറഞ്ഞത്? ജനം കൂട്ടമായി വരുമെന്നല്ലേ പറഞ്ഞത്? ചിരിക്കല്ലേ വേണ്ടത്? അപ്പോൾ പറഞ്ഞു റസൂലുള്ളാഹി വഫാത്താകുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ജനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജനത്തെ അല്ലാഹു ദഅവത്ത് ഏൽപ്പിക്കും. ആ ജനം ദഅവത്ത് ചെയ്താൽ റസൂലുള്ളാഹിക്ക് തിരിച്ചു പോരാ, പിന്നെ അവർ ഏറ്റെടുത്തോളും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബികൾക്ക് ഈ അന്നാസ്, ഈ വറഅയ്തന്നാസ് എന്ന അന്നാസ് ആരാണെന്ന് അറിയാൻ വലിയ താല്പര്യമായി. മുത്തുനബിയോട് ചോദിച്ചു, നബിയെ ഈ അന്നാസ് ആരാണ്? അന്നാസ് ഖുർആനിൽ ഓരോ സ്ഥലത്തെ അന്നാസിന് ഓരോ അർത്ഥം, അല്ലെങ്കിൽ ഒരു പദത്തിന് ഖുർആനിൽ അവിടെ വേറെ അർത്ഥം. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമന അന്നാസ്, അവിടെ അർത്ഥം അൽ അവ്വലൂന മിന സ്വഹാബി റസൂലില്ലാഹി. അതേ സമയത്ത് ഒരു അന്നാസ് കൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിച്ചത്. മിനൽ ജിന്നത്തി, അത് കണ്ടാൽ 7 വട്ടം കൂടി കണ്ട അന്നാസ. വേറെ ജാതിയാ, ഇത് വേറെ ജാതിയാ, ഒക്കെ ജാതി വേറെയാ, പദം ഒന്നാ. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഖുർആനിന് വല്ലാത്ത ഹിക്മത്താണ്. അള്ളാഹുവിന്റെ വല്ലാത്തൊരു നിധിയാണ്. അള്ളാഹു അതിന്റെ തണലിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന്റെ ശഫാഅത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. ചിന്തിക്കണം. സഹാബികളോട് നബിയെ ഈ അന്നാസാരാണ്? അവർ ദീൻ പ്രചരിപ്പിക്കും. അവർ പ്രചരിപ്പിച്ച ദീനാണ് ശരിയായ ദീൻ. യഥാർത്ഥ ഈമാൻ യമനികൾ പ്രചരിപ്പിച്ച ഈമാൻ എന്ന മുത്ത് റസൂൽ. ഹദീസ് സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം. വൽഫിഖ്ഹു യമാനിൻ, യഥാർത്ഥ ഫിഖ്ഹ് യമനിലുള്ള ഫിഖ്ഹാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. വൽഹിക്മത്തു യമാനിയ, യഥാർത്ഥ ഇസ്ലാമിക തത്വജ്ഞാനം യമനികളുടെ വഴി വരുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് അങ്ങനെ തന്നെ 3ലും അധിഷ്ഠിതമായ പ്രദേശമാണ് കേരളം, പ്രത്യേകിച്ച് മലബാർ. വളരെ ചിന്തിക്കണം. കേരളത്തില് ലോകത്ത് ശാഫിഈ ഫിഖ്ഹ് പ്രചാരത്തിലുള്ള ഒന്ന് മിസ്ർ, 2 യമന്, 3 കേരളം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇന്ത്യയിൽ തന്നെ കേരളം അല്ലാത്ത പ്രദേശങ്ങളിലെല്ലാം
ഫിഖ് അടിസ്ഥാന സരണി മദ്ഹബ് ഹനഫിയത്ത് അഹ്നാഫ്. കേരളത്തിലെ ശാഫിഈയത്ത്. കാരണം കേരളത്തിൽ ദീൻ പ്രചരിപ്പിച്ചത് യമനികളാണ്. മറ്റൊരു ഇറാഖ് റൂട്ടിൽ വന്നതാണ്. ഇറാഖ് റൂട്ടിൽ വരുമ്പോൾ അവിടെ ഹനഫിയത്ത് കൂടും. കേരളത്തിൽ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പല സ്ഥലത്തും ഹനഫിയത്തുണ്ട്. എന്തുകൊണ്ട്? അത് കേരളത്തിന്റെ ഫിഖ് അല്ല. അത് മേലെ കണ്ടത്തിലെ വെള്ളം താഴെ കണ്ടത്തേക്ക് ലേശം ഇറങ്ങിയതാണ്. മേലെ കണ്ടം എന്നാൽ ഒന്നിരിക്കൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്. കേരളത്തിന്റെ ഫിഖ് എന്നാൽ യമനി ഫിഖ്, അത് ശാഫിഈയ. ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ദർസിനെ പറ്റി പറഞ്ഞു. പള്ളി ദർസ് ലോകത്ത് നിലനിൽക്കുന്ന പ്രദേശങ്ങൾ പ്രധാനമായും യമൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രദേശം കേരളം. ഇമാം നവവി റളിയല്ലാഹു അൻഹു നവായിൽ ദർസ് നടത്തുന്ന കാലത്ത് താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ ദർസുണ്ട് എന്ന് അവിടുത്തെ പുസ്തകത്തിലുണ്ട്. ഞാൻ ഈ കൊല്ലവും അത് പോയി പരിശോധിച്ചിട്ടുണ്ട്. വലിയ സാഹിലുൽ ബിർക്കത്തിൽ കുബറാന്ന വലിയ എന്നാണ് വലിയ കുളങ്ങരയാണ്. വലിയ കുളങ്ങര അറബി വെച്ചിട്ടുണ്ട്. സാഹിലുൽ ബിർക്കത്തിൽ കുബറ വലിയ കുളങ്ങര. വലിയ കുളങ്ങരയിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ദർശനത്തിലുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു നവവിയിൽ ദർസ് നടത്തുമ്പോൾ അബ്ദുല്ലാഹിൽ ഹറം എന്ന മഹാന് വലിയ കുളങ്ങര പള്ളിയിൽ മുദ്രിച്ചാണ്. വളരെ ചിന്തിക്കണം. ശൈലിയ കേരളത്തിലെ ശൈലി. ഈ ശൈലിയെ മുസ്ലിമി അംഗീകരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇത് അല്ലാഹു തൗഫീഖ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കാരണമുണ്ടാകാം. ഇഞ്ചി 21 പെട്ടി കെട്ടിയിട്ടാണ് ചക്രവർത്തി പെരുമാൾ നബിയെ കാണാൻ പോയത്. നബിക്ക് ഇഞ്ചി വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഹമ്മദ് മുസ്തഫ അത് കൊണ്ടുകൊടുത്ത് 21 പെട്ടിയിൽ കെട്ടി ഇഞ്ചി അത് കൊണ്ടുപോയി കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക്. ഹാക്കിം രേഖത്തിൽ ഹദീസിൽ കാണാം, ജാഅ മലിക്കും മിനൽ ഹിന്ദി ഇലാ റസൂലില്ലാഹി വമഅഹു ശൈഉൻ മിനൽ സഞ്ചബീൽ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചക്രവർത്തി പെരുന്നാൾ ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഇന്ത്യയിൽ ആദ്യമായി ദീനെത്തിയ പ്രദേശം കേരളമാണ്. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളി ഹിജ്റ 22, കേരളത്തിൽ ആദ്യത്തെ പള്ളി ഹിജ്റ 5. ആഫ്രിക്ക എന്നാൽ ഏതാ? 10,000 നബിമാരനാട്. 10,000 നബിമാരനാട്. ആ നാട്ടിൽ ആദ്യത്തെ പള്ളി ഫുസ്താത്തിൽ മസ്ജിദ് അംർ ബിൻ ആസ്. ഹിജ്റ തൻസീസ് ചെയ്തത് ഫസ്റ്റ് സ്റ്റോൺ ഹിജ്റ 22. കേരളമോ? കേരളത്തിൽ ആദ്യത്തെ പള്ളി ഹിജ്റ 5, കണ്ണൂരിൽ മാടായി പള്ളി. മക്കത്തെ പള്ളി കോപിച്ച പള്ളി, മലനാട്ടിൽ ഒരു പള്ളി മാടായി പള്ളി. ഹിന്ദുക്കൾ പോലും അങ്ങനെ പാട്ട് പാടിയെന്ന ചരിത്രം. അപ്പോൾ ഹിജ്റ 5 എന്ന് പറഞ്ഞാൽ അന്ന് മുത്തനബിക്ക് 58 വയസ്സ്. അഥവാ കണ്ണൂരിൽ പള്ളി ഉണ്ടാക്കി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്താകുന്നത്. കേരളത്തിന് തോന്നിക്കാം. ഇത് വേറെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഇന്ത്യയുമല്ല, അവിഭക്ത ഇന്ത്യ. ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ പാകിസ്ഥാന്, ഇന്നത്തെ അഫ്ഗാന്റെ ധാരാളം ഭാഗങ്ങൾ, നേപ്പാളിന്റെ ഭാഗങ്ങൾ എല്ലാം കൂടിയ ഒരു ഭൂഖണ്ഡമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ് കണ്ണൂരിൽ. നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഒരു നാട്ടില് വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ തൗഫീഖ്. അങ്ങനെയുള്ള നാട്ടില് അല്ലാഹു ഇടപെടും എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ആ തൗഫീഖ് കൊണ്ട് തന്നെ ആയിരക്കണക്കായ കൊല്ലം മുമ്പ് തന്നെ യമനികളും കേരളവും തമ്മിൽ ഭയങ്കര ബന്ധം. യമനികൾ ഇസ്ലാം അല്ലാത്ത കാലത്ത് നബിക്ക് യമനികളെ ഇഷ്ടം. 2 നാട് ഇസ്ലാം അല്ലാത്ത കാലത്ത് നബിക്ക് യമനികളെ ഇഷ്ടം. ഒന്ന് യമൻ, നബിക്ക് അവരെ ഇഷ്ടം. ഒന്ന് യമനികൾ, ഒന്ന് ഷാമികൾ. ഷാമിനും യമനും വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ ദുആ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഔദ്യോഗിക മതം ഇസ്ലാം അല്ല. اللهم بارك لنا في شامنا ويمننا. ആ നാട് അവിടെ ഔദ്യോഗികപരമായി ഇസ്ലാം അംഗീകരിക്കാത്ത കാലത്താണ് നബി ഈ ദുആ ചെയ്തത്. അന്ന് അവർ മുഹമ്മദ് മുശ്രിക്കീനോ എന്നിട്ട് നബി ദുആ ചെയ്തു. നല്ല രസമുണ്ട്. അന്ന് ഇസ്ലാമിന്റെ കീഴിലുള്ള പ്രദേശമാണ് നജ്ദ്. ഇവിടെ ഇല്ല. ആ
അതാണ് ഭരിക്കേണ്ടത്. മനസ്സിലായില്ല? അന്ന് യമൻ നസറാക്കളെ കീഴില, അന്ന് ഷാമ് സാസാനികളെ കീഴില. ഒന്ന് നസാറാക്കള, ഒന്ന് സാസാനികൾ എന്ന് പറഞ്ഞാൽ അസ്ലി മജൂസികളാണ്. മനസ്സിലാവുന്ന പറഞ്ഞത്. അക്കാലത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ. അതേ സമയത്ത് അന്ന് ഇസ്ലാമിന്റെ കീഴിലാണ് സ്വഹാബത്തിനെ പറഞ്ഞേച്ച് അബൂ ഉബൈദ, ഉറക്കം പറഞ്ഞ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ച് പിടിച്ചടക്കിയ പ്രദേശമാണ് നജ്ദ്. നജ്ദ് അന്ന് ഇസ്ലാമിന്റെ കീഴിലാണ്. അന്ന് നബി ഷാമിന് യമന് വേണ്ടി ദ്വാരപ്പോ സദസ്സിൽ ഒരു നജ്ദി ഉണ്ടായിരുന്നു. ആ നജ്ദിയെ എണീറ്റെന്ന് നജ്ദിനായ റസൂലല്ലാഹ് ഹബീബായ നബി ദുആ ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ ദുആ ചെയ്തു. അപ്പോഴയാൾ പറഞ്ഞു ഫീ നജ്ദിനായ റസൂലല്ലാഹ്. റസൂൽ ദുആ ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ദുആ ചെയ്തു. അപ്പോൾ റസൂൽ ദുആ ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. يخرج منها قوم الشيطان قال رسول الله. പിശാചിന്റെ കൊമ്പ് അവിടെ നിന്ന് ഉത്ഭവിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം അല്ലാത്ത ചില ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഇതേപോലെ ഖാലിദ്, ഉറക്കം പറ ഖാലിദ്. ഖാലിദ് ഉഹദിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നബി ഖാലിദിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അന്ന് ഖാലിദ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാ. എന്തുകൊണ്ട്? ഈ കുട്ടി നമുക്ക് കിട്ടിയാൽ ഉപകരിക്കും, മറ്റൊരു കിട്ടിയ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെയില്ല, യമൻ നമുക്ക് കിട്ടിയ ഉപകരിക്കും. നജ്ദ് കുഴപ്പമുണ്ടാക്കാനേ പറ്റുള്ളൂ. അന്നും കുഴപ്പമാണ്, ഇന്നും കുഴപ്പമാണ്. വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടുത്തെ ദീൻ എന്നാൽ യമനി ശൈലിയ, ഇവിടുത്തെ ആധാർ യമനി ശൈലിയ. യമനാണ് അഹ്ലുൽ ബൈത്തിനെ ഏറ്റവും സ്വീകരിച്ച നാട്. ഒന്ന് മദീന കഴിഞ്ഞാൽ ബസറ, യമൻ, പിന്നെ കേരളം. ഈ നാടുകൾക്ക് ഖുർആനുമായൊരു ബന്ധമുണ്ടാവും. എന്തുകൊണ്ട്? പല കൊടുത്തിട്ട് ചിന്തിക്കണം. ഞാൻ ഈ ചെയ്യുന്നതിന് നിങ്ങൾ എനിക്കൊരു കൂലിയും തരണ്ട, എന്റെ കുടുംബത്തെ നിങ്ങൾ പ്രത്യേകം സ്നേഹിച്ചാൽ മതി എന്ന് പരിശുദ്ധ ഖുർആൻ മുത്തുനബിയോട് കൽപ്പിച്ചു. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റെടുത്ത പ്രദേശങ്ങൾ ഒന്ന് ബസറയാണ്, ഒന്ന് യമനാണ്. യമനിൽ നിന്ന് ഒരാൾ വന്നാൽ അബൂബക്കറിൻ സിദ്ദീഖുള്ളാഹു എഴുന്നേറ്റുകൊണ്ടാണ്. പിന്നെ ഒരു നാട് കേരളം. അപ്പൊ ഈ കേരളത്തെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു നാട് തന്നെ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ അള്ളാഹു ഇടപെടും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ പ്രശ്നം എന്താ? ഒറ്റ പ്രശ്നമുള്ളൂ. ദീൻ നാശാങ്ങനെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മറ്റൊന്നും പ്രശ്നം, മറ്റേ കമ്മ്യൂണിസ്റ്റ് പ്രശ്നം. റോട്ടി കപ്പ ഓർ മക്കാൻ, റൊട്ടി കിട്ടുക, ഉടുക്കാൻ മുണ്ട് കിട്ടുക, ഉറങ്ങാൻ സ്ഥലം കിട്ടുക, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത്. അതല്ല ഞാൻ പറഞ്ഞ അർത്ഥം. അതായത് നിരീശ്വരവാദികളാണ് ലോകത്തെ 3 പ്രശ്നമാക്കിയത്. തിന്നലാണ് വലിയ പ്രശ്നം. മുത്തുനബിക്ക് തിന്നൽ പ്രശ്നമേ അല്ല. ഭക്ഷണമില്ലാതെ വയറ് കെട്ടി ജീവിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന് വേണമെങ്കിൽ കിട്ടും. എന്നിട്ട് ഒഴിവാക്കി. കാരണം അതിന്റെ അടുത്ത വരി വറാവടത്തുൽ ജിബാലുഷ്യമിൻ വഹബിൻ, സ്വർണത്തിന്റെ പർവ്വതങ്ങൾ നബിയുടെ പിന്നാലെ നടന്നിട്ടും നബി അതൊന്നും സ്വീകരിക്കാത്ത കാലത്ത് പട്ടിണി കിടന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം വലിയ പ്രശ്നം ഈമാനാണ്. ഈമാനിൽ അള്ളാഹു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരു ഇടപെടലാണ് 500 കൊല്ലം മുമ്പ് മഖ്ദൂമികൾ വഴി നടത്തിയത്. അതായത് ചില ഭരണകൂടങ്ങളിൽ മുസ്ലിമീങ്ങൾ നിരങ്ങി ചില പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അപ്പോൾ പിന്നെ വലിയ താല്പര്യങ്ങൾ മെല്ലെ 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 കുറഞ്ഞു. അപ്പോഴാണ് 500 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട മഖ്ദൂമികൾ ഉദയം ചെയ്യുന്നത്. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരെന്ത് ചെയ്ത്? അല്ലാഹുവിന്റെ ഇടപെടല. മഖ്ദൂമി മഅബദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഇടപെടല. അവർ വെച്ച പള്ളി മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെട്ടു. അതൊരു ഇടപെടല. അതവരുടെ പേരക്കുട്ടി
കൂടിയാണ് രണ്ടാം മഖ്ദൂം ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ എഴുതിയത്. അത് ലോകത്തിന് കേരളത്തിന് ഒരു സംഭാവനയാണ്. അതിലൂടെ ഇൽമു വീണ്ടും തഴച്ചു വളർന്നു. ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് കോഴിക്കോട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നുമുള്ള ഏത് ആലിമിനും മഖ്ദൂമിന്റെ ഗുരുത്വം സ്വീകരിക്കാതെ വരില്ല. മഖ്ദൂമിൽ നിന്നുള്ള ഇൽമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ ദറജ എത്തി കൊടുക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം. ഇത് അള്ളാന്റെ ഒരു ഇടപെടലാണ്. അതേപോലെ ഒരു ഇടപെടൽ നടത്തിയത് 1921 ഖിലാഫത്തുമായും കാർഷിക ലഹളയുമായും ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നം വിശദീകരിക്കുന്ന സമയമല്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചില ആളുകൾ ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലതായിരുന്നുവെങ്കിലും അവർ ചില ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തിയപ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാതെ മുസ്ലിമീങ്ങൾ വറുത്ത ചട്ടിയിലേക്ക് എറിയപ്പെട്ടതുപോലെയായി 1921 ആ സംഭവത്തെ അക്കാലത്തെ ആലിമീങ്ങളൊക്കെ എതിർത്ത് ഇതിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും. ഈ മാപ്പിള ലഹളയെ എതിർത്ത പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കബത്ത്. വളരെ തല കൊടുത്ത് ചിന്തിക്കണം. ആലിം മുസ്ലിയാരൊക്കെ നല്ല ഉദ്ദേശശുദ്ധിയുള്ളവർ ആണ്, അവർക്ക് കൂലി ലഭിക്കാം. പക്ഷെ ചെയ്തത് അവിവേകമായി പോയി. ഒരിക്കലും അങ്ങനെ ഒരു ലഹളയും എടുത്തുചാട്ടവും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഉണ്ടായപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവിടെ ഉലമാക്കൾ നാടുകടത്തപ്പെട്ടു. ഇവിടെ പല ജാതി പ്രശ്നങ്ങളും ഉണ്ടായി. ബാപ്പമാർ കൊല ചെയ്യപ്പെട്ടു. ധാരാളം ആളുകളെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ യതീംഖാന 1921 കോഴിക്കോട്ട് ജനിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ യതീംഖാന 1921 ജനിച്ചു. എന്താ കാരണം? മലബാറിൽ അവർ വന്നിട്ട് കറാച്ചിക്കാർ വന്ന് ജേഡി ഒരു യതീംഖാന തുടങ്ങി. അതാണ് ജേഡിക്ക് ബഹുമാനപ്പെട്ട സത്യത നിലനിർത്തൽ, പട്ടിണി ഒഴിവാക്കൽ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. പക്ഷേ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ജേഡിയിൽ മുന്നിൽ നിന്ന ചില ആളുകൾ, ജേഡിക്കൊക്കെ ആ സമയത്ത് ചില വർക്കുകൾ നടത്തിയത്, ആലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. പലജാതി പ്രശ്നങ്ങളും ഉണ്ടായി. അതിനിടയിൽ ചില താല്പര്യങ്ങളെ അവർ കൊണ്ടുവന്നു. ഐക്യസംഘക്കാർ അതിന്റെ കൂട്ടത്തിൽ കൂടി 1924 ആയപ്പോഴത്തിന് കേരളത്തിൽ പുതിയൊരു ചിന്താധാര കൊണ്ടുവന്നു. ആ ചിന്താധാര ഒരിക്കലും യമനിയൻ രീതിയായിരുന്നില്ല, അത് നജിദിയൻ രീതിയായിരുന്നു. അതിങ്ങനെ വന്ന് ഐക്യസംഘക്കാർ അതിന്റെ പിന്നാലെ കൂടി. അന്ന് പറഞ്ഞു നടക്കുന്ന നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അയാള് ദീനിയായ ഒരു വിവരമുള്ള ആളല്ല. ഇവരുടെ കെട്ടും മറ്റും മനസ്സിലാക്കി അയാൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. ചുരുക്കത്തില് ബിദഅത്തിന്റെ കക്ഷികൾ കേരളത്തിൽ തഴച്ചു വളരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ വന്നു. ആദ്യമാണ് 1926 മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് കരുത്തുറ്റ നേതൃത്വം കൊടുത്ത രണ്ടാണ്. ഒന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരക്കുട്ടി, ഒന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മഹാനബി മുല്ലക്കോയത്തങ്ങൾ. ശുദ്ധനായ വലിയ മഹാനായിരുന്നു. ഇരമ്പി നിൽക്കുന്ന കടലിനോട് പോലും ശാന്തമായി പറഞ്ഞ് അവിടെ ആ കടലോരത്ത് താമസിക്കുന്ന ജനങ്ങൾ പട്ടിണിയിൽ അകപ്പെട്ട സാഹചര്യത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയ ക്ഷാമവും പ്രയാസവും പട്ടിണിയും ഉണ്ടായ ഘട്ടത്തിൽ മഹാനായ വരക്കൽ മഹാനബി മുല്ലക്കോയത്തങ്ങൾ അവരോട് പറഞ്ഞ് കോഴിക്കോട്ടുകാർ ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് പറയുകയും കടപ്പുറത്ത് അവർ ദുആ ചെയ്യുകയും ചെയ്തു. കടൽ ശാന്തമായി സാഗരയുണ്ടായി ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മഹത്വം ബ്രിട്ടീഷുകാർ പോലും ഭയപ്പെട്ടിരുന്നു. വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതിയത് ഓരോ പാരഗ്രാഫും ബഹുമാനപ്പെട്ട വരക്കൽ മഹാനബി മുല്ലക്കോയത്തങ്ങൾക്ക് വായിച്ചു കൊടുത്തിട്ടാണ്. വില്യം മലബാറിന്റെ ആധികാരിക ചരിത്ര രേഖയാണ് വില്യം ലോഗൻ സാഹിബിന്റെ മലബാർ മാനുവൽ. ഈ മലബാർ മാനുവൽ വില്യം ലോഗൻ എഴുതുന്നത് പാരഗ്രാഫ് ബഹുമാനപ്പെട്ട വരക്കൽ മഹാനബി മുല്ലക്കോയത്തങ്ങൾക്ക് വായിച്ചു കൊടുത്തിട്ടാണ്.
അവരാണ് ഒന്നാമതായി നേതൃത്വം നിന്നത്. രണ്ടാമത്തെ ആൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അള്ളാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. ഞാൻ പാങ്ങക്കാരനെ കുറിച്ച് പഠിച്ചിട്ട് പകുതിയായപ്പോൾ നിർത്തി. ഒഴിഞ്ഞ് പഠിക്കണമെന്ന് വിചാരിച്ചു. പഠനം പകുതിയിൽ നിർത്തി. ഇനി അത് ഒഴിഞ്ഞ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട ഒരു ആളില്ല. ഭയങ്കര ആളാ. 16 ഭാഷ അറിയും പാങ്ങക്കാരൻ. പാങ്ങക്കാരൻ എന്ന് പറഞ്ഞാൽ യാ സുബ്ഹാനല്ലാഹ് ഒരു സംഭവം. ഈ മനുഷ്യൻ 60-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. 60-ാമത്തെ വയസ്സിൽ പാങ്ങക്കാരൻ മരിച്ചു. നമ്മൾ പലരും 60 കഴിഞ്ഞ് ചിലർക്കത് കറുപവന. എന്തേപ്പം നമ്മൾ ചെയ്തത്, എന്തേപ്പം നമുക്ക് തിരിഞ്ഞത്? മലപ്പുറത്ത് നിന്നൊരു 12 കിലോമീറ്റർ ഉണ്ട് പാങ്ങിലേക്ക്. അവിടുന്ന് സുബഹ നിസ്കരിച്ച് ഒറ്റ നടന്നു കോഴിക്കോട്ടേക്ക്. പഠിക്കൽ 8:30-9 മണിയാകുമ്പോൾ പഠിക്കൽ എത്തുമ്പോൾ ഒരു ചായപ്പൊടി ഒന്ന് ചായ കുടിക്കൂത്തനെ നടക്കുക. മുഷാവറ യോഗം ജുമാ നിസ്കരിച്ചിട്ട് 100 നിസ്കരിച്ചിട്ട് ഒന്ന് നടക്കുക. മലപ്പുറത്തുനിന്ന് വീണ്ടും പോകണം 12 കിലോമീറ്ററോളം പാങ്ങിലേക്ക്. അവിടുന്ന് നടക്കുക. ഒറ്റ നടന്നു. ഈ അടുത്ത കാലം വരെ പഠിക്കൽക്കാർ ഈ ചായപ്പൊടിയെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ അത് പൊളിച്ച് അവിടെ സൂപ്പർ മാർക്കറ്റായി, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സായി. പാങ്ങക്കാരൻ ചായ കുടിച്ചിരുന്ന പീടിയ പഠിക്കലുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കും. എന്നിട്ട് മുഷാവറ യോഗം കഴിഞ്ഞ് തിരിച്ചു നടക്കും. മഗ്രിബ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ പാങ്ങ് തിരിച്ചെത്തും. നടക്കുക. ഇന്നിപ്പോ പാങ്ങ് മലപ്പുറത്ത് നടക്കാൻ കഴിയൂല. പിന്നെ ഭയങ്കര എന്താ ചെയ്തത്? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൂർഖം പാമ്പ് രാജവന്മാരെ കടിച്ച ആളെ കൊണ്ടുവന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ കൊണ്ടുവന്ന്, അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത് നേരെ ഇറങ്ങി വന്ന് ഒരു സ്വലാത്ത് എഴുതിയിട്ട് ഊതിയിട്ട് ആ സമയത്ത് അയാളെ വിഷം ഇറങ്ങിയ സംഭവം കഴിഞ്ഞ മാസം എന്നോട് താനൂരിക്കാർ പറഞ്ഞൊരു വയസ്സൻ, താനൂരിലെ ഒരു വയസ്സൻ പാങ്ങക്കാരനെ ഹിദമത്ത് ചെയ്ത 1-2 ആളുകൾ ഇപ്പോൾ പാങ്ങിലുണ്ട്. ചില ആളുകൾ താനൂരുമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. 2 ആളുകൾ പ്രധാനമായി നമുക്ക് ഒരു വല്ലാത്ത മഹാന്മാരാണ്. പാങ്ങക്കാരനെന്നാൽ ഒന്ന് നിറഞ്ഞ പണക്കാരനാ, വലിയ പൈസക്കാരനാ, ഒക്കെ ചെലവഴിച്ചതാ സമസ്തക്ക് വേണ്ടി. അള്ളാഹുവിന്റെ ദറജയേറ്റി കൊടുക്കട്ടെ. അവസാനത്തെ ദർസ് പോരയില്ല. ഇതുകൊണ്ട് ബിദഅത്തിന്റെ കക്ഷികൾ അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട പാങ്ങക്കാരനെതിരെ പല ജാതി കുഴപ്പങ്ങളും ഉണ്ടാക്കി. സൈറോ വിഷം കയറ്റി പ്രസംഗിക്കുന്നിടത്ത് വെച്ച വെള്ളം, ആ വെള്ളം ആ കൂട്ടത്തിൽ സ്റ്റേജിലിരിക്കുന്ന ഒരു മൊല്ലാക്ക കുടിച്ചിട്ട് അന്ന് ശബ്ദം പോയി, മരിക്കുന്നവരെ ശബ്ദമില്ല. ആരുടെ ദിവസം നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായില്ല. ഇതൊക്കെ കണ്ടവർ ഇന്ന് 100 കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. നിങ്ങളെ ചിന്തിക്കണം. വല്ലാത്തൊരു ഇടപെടലാണ് ഈ 2 മഹാന്മാർ നടത്തിയത്. അവർ തൗഫീഖുള്ള ആളുകളാണ്. അല്ലെങ്കിൽ വലിയ മനുഷ്യന്മാരെ അങ്ങനെ തന്നെയായിരിക്കും. അവർ വലിയ തൗഫീഖുള്ളവരായിരിക്കും. അവരെങ്ങനെ അതൊക്കെ ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. അത് തൗഫീഖാണ്. അവരെ കാര്യം ആരേറ്റെടുത്തു? അല്ലാഹ്. ഇവരെ ഇടപെടവല്ല. ഇവിടെ യമനി രീതി ഇല്ലാതെയാക്കി പകരം നജ്ദി രീതി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഇടപെടലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിൽ യാതൊരു സംശയവും വേണ്ട. അതിപ്പോ ഞങ്ങൾക്ക് വന്നു ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ വളരെ പ്രയാസമുള്ള ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നേതൃത്വം നൽകി മെല്ലെ ധാരാളം ആലിമീങ്ങൾ ആ വഴിക്ക് വന്നു. പാങ്ങക്കാരനൊക്കെ വഫാത്താവുന്ന ഘട്ടം വന്നപ്പോഴത്തിന് കാലിൽ നിവർന്നു നിൽക്കാനുള്ള സാഹചര്യമായിട്ടുണ്ട്. പക്ഷെ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. പണക്കാരായ ആലിമീങ്ങൾ അവരെ പണം ചെലവഴിച്ചു, ധനാഢ്യന്മാർ ധനം ചെലവഴിച്ചു. വലിയ റഹ്മത്തുള്ള ആളായിരുന്നു സമസ്തയുടെ 2ാമത്തെ പ്രസിഡന്റ്
പ്രസിഡന്റായ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി അവരെ എല്ലാ നിഅമത്തുമുള്ള ആളായിരുന്നു. എല്ലാം സമുദായത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവർ ഇതിനെ പടുത്തുയർത്തി. അതിൽ നിന്ന് അവരുണ്ടാക്കിയ അവർ വ്യക്തിത്വത്തിൽ നിന്ന് മുളച്ചു പൊങ്ങിയ ഒരു മഹാനായ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്. അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും ഒരു അടിസ്ഥാനപരമായ കാലഘട്ടമാണ്. അവർ 40 കൊല്ലം സമസ്തക്ക് നേതൃത്വം നൽകി. 40 എന്നത് തന്നെ ഒരു തൗഫീഖാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. 40 ഒരു ചെറുതല്ല, 40 എന്നത് ഒരു തൗഫീഖാണ്. ചുരുക്കി മഹാനായ അഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദ അതേ കഴിവും വീര്യവുമുള്ള മറ്റൊരാളാണ് അതിനേക്കാൾ ഉന്നതിയിലെത്തി മഹാനായ ശംസുൽ ഉലമ. മാത്രവുമല്ല 40 കൊല്ലത്തെ നേതൃത്വമാണ് ശംസുൽ ഉലമയുടേത്. 40 എന്നാൽ സയ്യിദുന ആദം ഭൂമിയിൽ ഇറങ്ങിയപ്പോഴുള്ള വയസ്സാണ് 40. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായ മക്കളുടെ എണ്ണമാണ് 40. അമ്പിയാക്കളുടെ നുബുവത്തിന്റെ പ്രായമാണ് 40. നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ 40 മുഅ്മിനുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വലിയുണ്ടാവും. ജുമുഅക്ക് 40 ആൾ വേണം. 40 ഭയങ്കര ഒരു കണക്കാണ്. 40 ഒരു കണക്കാണ്. ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം രംഗത്ത് വരുമ്പോൾ വയസ്സ് 40. ഈസാ നബി വന്നു കഴിഞ്ഞാൽ ഭരണം നടത്തുന്ന കൊല്ലം 40. ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ദിവസം 40. എന്തിന് ബൈന നഫ്ഖത്തൈനി 40 2 ഊത്തിന്റെ ഇടയിൽ 40 ഉണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. യാ യൗം യാ സാ യാ ഷഹ്ർ യാ സന മാഫിമാലു പല നിലക്കും മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബൈന നഫ്ഖത്തൈനി 40 2 ഊത്തിന്റെയും ഇടയിൽ 40 ഉണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. 40 എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. 40ന്റെ അഫ്റാദാണ് 4. 40 ഭയങ്കര കണക്കാണ്. 4 ആളുകൾക്കാണ് അല്ലാഹു തആല ഏട് കൊടുത്തത്. 4 ആളുകൾക്കാണ് കിതാബ് കൊടുത്തത്. ഖിലാഫത്ത് റാഷിദ ഒതുങ്ങിയത് 4ലാണ്. മദ്ഹബ് ഒതുങ്ങിയതും 4ലാണ്. അഖ്താബികൾ ഒതുങ്ങിയതും 4ലാണ്. മുത്തുനബിയെ ഖുർആനിൽ പറഞ്ഞത് മുഹമ്മദ് എന്ന് പറഞ്ഞത് 4ആണ്. 4 4ആക്കിയതാണ് 4444. ഖുർആൻ മിഖ്ദാർ ഭയങ്കര കണക്കാണ്. നിങ്ങളിവിടെ ഇല്ല. നിങ്ങളെ ചോറിന്റെ അവിടെ ഇങ്ങോട്ട് പോയി ചോറ് കൊണ്ടതാകൂല. ചോറ് നിന്നിട്ട് ഇറങ്ങി ചോറ്റിന്റെ കൊട്ടേക്ക് നമുക്ക് പിന്നെ കയറാം. ഇനി തോന്നി ഇപ്പൊ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ മുസ്ലിം പറഞ്ഞതിന് മാത്രമേ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒരു മാനദണ്ഡമാണ്. ശംസുൽ ഉലമ ഒരു മാനദണ്ഡമാണ്. അത് അല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ്. മാനദണ്ഡമാണ്. ലാ നളീന ലഹു വലാ മസീല ലഹു ബഅദഹു. ഇന്ന് വരെയല്ല, ഉണ്ടാകൂലെന്നൊന്നും ഇല്ല. ഇന്നത്തെ വെള്ളവും ചോറൊക്കെ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് വെള്ളമൊക്കെ നാശയിപ്പോയി, ചോറ് നാശയിപ്പോയി. യാ അയ്യുഹൽ മുസ്ലിമൂന ത്വയ്യിബാത്തി വഅമലു സാലിഹ. ടാക്സി വിളിച്ചിട്ട് വലിയ അധ്വാനിയും പണ്ഡിതനുമാണ് കോയക്കുട്ടി മുസ്ലിം. കോയക്കുട്ടി മുസ്ലിം ടാക്സി വിളിച്ചിട്ട് അരിയും സാധനവും കൊണ്ടുപോയിട്ട് നാദാപുരം പള്ളിയിൽ ഇട്ടിട്ട് അവിടെ വെപ്പിന് ആളെ ഏൽപ്പിച്ചിട്ട് തീറ്റിച്ച് സ്വന്തം ചെലവിൽ ബാപ്പ പള്ളിയിലേക്ക് അരിയും സാധനവും കടത്തി കൊടുത്ത് അവിടെ വെക്കാനൊരു ആളെയും ഏർപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ചോറ് തിന്ന് വളർന്ന മുതലാളിയുടെ മകനാണ് ആര്? ശംസുൽ. മുതലാളിയാണ്. വലിയ വല്ലാതല്ലേ? അവരും ഖതീബികളല്ലേ? ചെറിയ ആളെന്നല്ല, വലിയ ആളാ. 40 കൊല്ലം 40 നാളെ അതിലൊക്കെ കണക്കുണ്ടാകും. 40 പഴയ കാലത്ത് മരിച്ച 40 ദിവസം കബറിനോടും ഇല്ലേ അവർ കണക്കുണ്ടായിരുന്നു. കണക്കൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ പോയി. ചിന്തിക്കണം. അല്ലാഹുവിന്റെ പ്രത്യേക ഏകപ്പെടലാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. ഈ ഒരു 40 കൊല്ലത്തിന്റെ ഉള്ളിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ സാമ്പിൾ ഉണ്ടായിട്ടുണ്ട്.
ആ സാമ്പിൾ എന്തിനുണ്ടായി? ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും സാമ്പിൾ ഇമ്മത്തിന്റെ കാലത്തുണ്ടായി. അപ്പോൾ അതിന്റെ മാനദണ്ഡം എഴുതി വെച്ചു. ഇനി എന്തുണ്ടായാലും അതിന്മേൽ വെച്ച് ചിന്തിച്ചാല് തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. മഹാനായ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു മാനദണ്ഡമാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതൊരു മാനദണ്ഡമാണ്. അവിടുന്ന് പുറത്തു പോകാൻ പറ്റൂല. ആര് പോയാലും തകർന്നു പോകും. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായി, ആ പ്രശ്നം അവരുടെ കാലത്ത് അവരാണ് അത് കൈകാര്യം ചെയ്തത്. 1980 നിലമ്പൂരിനടുത്ത് പോർട്ടുഗലില് 40ഓളം കുടുംബം ഇസ്ലാം എന്ന് പുറത്തുപോയി. അവർ അവസാനം ശംസുൽ ഉലമയെ കൊണ്ടുവന്നു എടക്കര പോർട്ടുഗൽ. എടക്കരയിലേക്ക്, എടക്കരയാണ് വാദപ്രതിവാദം. അന്ന് ക്രിസ്ത്യാനികളുമായുള്ള സംവാദത്തിന്റെ സദസ്സൊക്കെ സംഘടിപ്പിച്ചത് എടക്കരയാണ്. അന്ന് അതിന്റെ ഒരു സംഘാടകനാണ് എന്റെ ബാപ്പ. ഉപ്പാക്ക് ഒരു ദിവസം ഷർട്ടും മുണ്ടും മുഷിഞ്ഞു പോയിട്ട് ആ പുതിയ മുണ്ടും കുപ്പായവും എന്റെ ഉമ്മ എന്റെ കയ്യിൽ തന്നയച്ചത് ഓർമ്മയുണ്ട് എനിക്ക്. അങ്ങനെ എടക്കര പള്ളി കൊണ്ടുപോയി കൊടുത്തു. പള്ളിയിൽ ശംസുൽ ഉലമ 2 ദിവസം താമസിച്ചു. അവര് എടക്കര വന്നപ്പോൾ ക്ഷണിക്കാൻ പോയവരോട് പ്രധാനമായി പറഞ്ഞത് ഒരു ശബ്ദം, ഞാൻ എടക്കരക്ക് വരാം, പരിപാടി നടത്താം, ചോദ്യക്കാർക്ക് ആരുണ്ടെങ്കിൽ പാതിരിമാര് വന്നോട്ടെ, ചോദിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു നിബന്ധന, ഇത് 1980 ഒരു നിബന്ധന, ഞാൻ സ്റ്റേജ് കയറിയാൽ പിന്നെ ഒരാൾ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും ഇറങ്ങിപ്പോണം, ഞാൻ ഒറ്റ കാണും. ഒറ്റ നിബന്ധന. റൂം വേണമെന്നില്ല, മേലക്ക് ഷവറിലെ വെള്ളം വേണം, അങ്ങനെയില്ല, കോഴി വേണം, അങ്ങനെയില്ല, മൈക്കിന്റെ നമ്പർ, അതൊന്നും ഇപ്പോഴാണ് മൈക്കിന്റെ നമ്പറൊക്കെ പറയാൻ തുടങ്ങിയത്. അവർക്കൊന്നും മൈക്കിന്റെ നമ്പറോട് അറിയില്ല, അതൊന്നുമില്ല, അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു നിബന്ധനയുണ്ട്, എന്റെ ഞാൻ സ്റ്റേജ് കയറിയ പിന്നെ ഒരാൾ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിനെക്കുറിച്ച് പിന്നീട് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ 100 കണക്കിന് മുരീദന്മാരുടെ സദസ്സിൽ പലവട്ടവും പറഞ്ഞു. അതിനൊരു കാരണം, പ്രധാനപ്പെട്ട കാരണം, അന്ന് ആ 2 ദിവസവും സ്റ്റേജിൽ മുത്തുനബി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും കയറാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആ സ്റ്റേജിൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ റസൂലുള്ളാഹിന്റെ വരവ് തടഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടായിരിക്കും ആ മനുഷ്യൻ എങ്ങനെ പറഞ്ഞത്. ചിന്തിക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി പോലും അവിടെ ഹാജറുണ്ടായിരുന്നു എന്ന് ഇന്ന് കേട്ട സാക്ഷികളുണ്ട്, 100 കണക്കിന് സാക്ഷികളുണ്ട്. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ പള്ളിയിലെ പ്രധാന മുദരിസായ ഒളവണ്ണ അബൂബക്കർ ദാരിമി അടക്കം, ബഹുമാനപ്പെട്ട കാടപ്പടിയിലെ ബാപ്പത്തങ്ങൾ അടക്കം, ബഹുമാനപ്പെട്ട പൂക്കളത്തോട് കുഞ്ഞാപ്പു ഹാജി അടക്കം 100 കണക്കിന് ആളുകൾ ഇത് കേട്ട സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ സദസ്സിൽ, ആ സ്റ്റേജിൽ മുസ്തഫ നബി അടക്കം വന്നിട്ടുണ്ട്, ഖുലഫാഉൽ അർബഅ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്റ്റേജിൽ വേറൊരാളെ ഒഴിവാക്കിയത്, ഇന്നോടെ ഒഴിവാക്കിയത് അതതിന്റെ പ്രധാനം അടിസ്ഥാനം തന്നെയാണ് എന്ന് മുഹമ്മദ് മുസ്ലിയാർ നമ്മൾ ചിന്തിക്കണം. ഒരു കാരണം അതാകാം, രണ്ടാമത്തെ കാരണം വേറെയും ആകാം. അത് സ്റ്റേജിൽ അന്ന് ഇങ്ങനെയാണ് ഉണ്ടാവരുത് എന്ന് പറയാൻ ഇനി രണ്ടാമത്തെ ഒരു കാരണവും ഉണ്ടാകാം. ഇത് 980 ആണെങ്കിലും 980-ന്റെയും 5 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ അകത്തുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ തിരിയും. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ കയറാൻ പല ആളുകളും വന്ന് കയറിയാൽ പിന്നീട് അവര് പറഞ്ഞേക്കും, അങ്ങനെ അവർ ജയിച്ചതൊന്നല്ല, ഞങ്ങളൊക്കെ ബാക്കിന്ന് കുറിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനും ആളുണ്ടാവും. ഇത് കണ്ണ് ബോട്ടിന്റെ കണ്ണാണ്, ഇതല്ല കണ്ണ് ഇവിടുത്തെ കണ്ണാണ്. അത് അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിന്റെ കണ്ണ് ആർക്കുണ്ടാവും, വലുപ്പത്തിലൊന്നുമില്ല. ولكن تعمل قلوب التي في الصدور. ഇവിടുത്തെ കണ്ണിന് എന്ത്
ഏത് പറ്റിയാലും കുഴപ്പമില്ല, ഇവിടുത്തെ കണ്ണിന് പറ്റിയാലേ കുഴപ്പമുള്ളൂ. സൂറത്തുൽ ഹജ്ജ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. 939 കുടുംബം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. 39 കുടുംബം. മൊയ്തീൻ പൗലോസായി മരിച്ചെങ്കിലും പൗലോസിന്റെ 2 മക്കൾ ഇപ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ കുടുംബിനിയായി കഴിയുന്നു. അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, മദ്രസയിൽ പഠിച്ചു, അങ്ങനെ മരിച്ചു, അങ്ങനെ ജീവിച്ചു. ഇപ്പോൾ കുടുംബിനികളാണ്. മൊയ്തീന്റെ 2 മക്കള്, മൊയ്തീൻ മാത്രം അപ്പുറത്തായി മരിച്ചു. അതിന് അലാമത്ത് ഉണ്ടാകേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? ഒരു മുറി ഉണ്ടായോ, ഒരു കലയുണ്ടായോ, ഒരു സംഭവം ഉണ്ടായാൽ കുറച്ചു കാലം അതിന്റെ ഒരു കടം ബാക്കി, ഒരു ഗുണമുണ്ടെങ്കിൽ കട ബാക്കിയാവും. എന്തുകൊണ്ട്? ഇത് കാണുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മ വരും. എങ്ങനെയെങ്കിലും ഒരു കല ഉണ്ടായാൽ, ആ ഒരു മുറി ഉണ്ടായാൽ, ഗുണമുണ്ടായാൽ ഒരു കല കൊണ്ട് ബോധം വരും എന്നതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ വന്ന് 39 കുടുംബം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് ഒരു പൗലോസ് മാത്രം അവിടെ നിന്നും മൊയ്തീൻ പൗലോസായ ആൾ. എനക്കാണ് വലിയ അത്ഭുതം. അതിൽ 12 പാതിരിമാർ ഇസ്ലാമിലേക്ക് വന്നു. ഒരു പാതിരി നിങ്ങളുടെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്, മണ്ണാർക്കാടടുത്ത് താമസിക്കുന്നുണ്ട്. ഒരു പാതിരി ജോൺ മുണ്ടക്കൻ. ഇപ്പോൾ അദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കനാണ്. കിശലായിരുന്നു, ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ ജില്ലയിലുണ്ട്. ഒമാനിലെ ചില സഹോദരങ്ങൾ 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അയാൾക്ക് മണ്ണാർക്കാട് വീട് വാങ്ങിക്കൊടുത്ത് ഇപ്പൊ മണ്ണാർക്കാടിന്റെ പരിസരത്തുണ്ട്. പാതിരി ജോൺ മുണ്ടക്കൻ ബൈബിൾ പഠിച്ചത് നേരിട്ട് യാതൊരു സനത് മുത്തസിലായി പഠിച്ചതാ. മാർപ്പാപ്പാന്റെ വായിന്ന് ബൈബിൾ പഠിച്ച ആളാണ്. നേരെ റോം പോയി ബൈബിൾ പഠിച്ച് സുറിയാനി പഠിച്ച ആളാണ് ഈ ജോൺ മുണ്ടക്കൻ. സുറിയാനിലാണ് സംസാരിച്ചത്. ശംസുലമ റഹ്മത്തുള്ള സുറിയാനിലാണ് സംസാരിച്ചത്. എനിക്കും ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ നാട്ടിലൊരു ഒരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷ് പാട്ടിലെത്തി. അന്ന് കുട്ടികളൊക്കെ അങ്ങനെ പാട്ട് പാടി ശംസുലമ വരുമ്പോ. അന്ന് സുറിയാനിയെ പറ്റി പാട്ടുണ്ടാക്കിയത് ക്രിസ്ത്യാനികളെ പാടുള്ള ഒരു പ്രദേശമാണത്. ആ പാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് 1-2 വരികൾ. ഗ്രന്ഥം വിരചിതമായത് സുറിയാനിയിലല്ലേ, ഇന്ന് ഈ ബൈബിൾ പഠിച്ചവർ മൂലം ഗ്രന്ഥം കണ്ടിട്ടുള്ളവരാണോ? പറയൂ ക്രിസ്ത്യാനികളെ എന്തൊക്കെ ചെയ്യും. ഞാൻ കേട്ടതാ, പറഞ്ഞല്ല, ആരും പറഞ്ഞല്ല, ഞാൻ കേട്ടതാ. ഗ്രന്ഥം വിരചിതമായത് സുറിയാനിയിലല്ലേ, ഇന്നീ ബൈബിൾ പഠിച്ചവർ മൂലഗ്രന്ഥം കണ്ടിട്ടുള്ളവരാണോ? സുറിയാനി തന്നെ സംസാരിച്ചത് മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. അവർക്ക് അല്ലാഹു തആല വലിയ ദറജ എത്തിക്കൊടുക്കട്ടെ. പല ആളുകളുടെയും അടുത്ത് പോയി പറഞ്ഞ് എന്നോട് മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും പിന്നെ MLA-യുമായ ഇസ്ഹാഖ് കുലിക്കൽ എന്നോട് പറഞ്ഞ്, ഞങ്ങളന്ന് പല ആളുകളുടെയും അടുത്ത് പോയി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ അടുത്ത് പോയി, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ അടുത്ത് പോയി, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അടുത്ത് പോയി, മുജാഹിദ് നേതാവ്, അവരോടൊക്കെ പോയി ഇടയ്ക്കിടെങ്ങനെ പ്രശ്നമുണ്ട്, ഒരു പരിപാടി സംഘടിപ്പിക്കണം. അപ്പോൾ കേരളമിന്റെ അന്നത്തെയും മരണം വരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിരുന്ന അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, അത് പറ്റാളിയിക്കാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊണ്ട് പറഞ്ഞ് ആദ്യാലും ഞാനും കൂടെ വരാം, എന്നാൽ ഒരുപക്ഷെ ആൾക്കൊന്നാലും ഞാൻ കൂടെ വരാം. എന്തുകൊണ്ട്? പറ്റിയാള് അതിന് ശംസുൽ ഉലമയാണ്. നിങ്ങൾ ചിന്തിക്കണം. മഹാനായ ഏത് കയ്യും അന്ന് ചോദ്യത് ശംസുൽ ഉലമയിലേക്ക്. ആ പ്രശ്നം അതോടുകൂടെ പരിഹരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ദഅവത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വായനയിൽ എന്തോ പറയലല്ല, അതിന് തൗഫീഖും ഇജാസത്തും വേണം. അതങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട വലക്കൽ മാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവന്റെ വല്യപ്പ യമനിൽ നിന്ന് പോന്നപ്പോൾ കൂടെ എഴുത്തുകാരനായി പോന്ന ആളാണ് ശംസുൽ ഉലമയുടെ വല്യപ്പ. അതുകൊണ്ടാണ് കേരളത്തിൽ വന്നപ്പോ വാലവി തങ്ങളെ വല്യപ്പമായി വാലവിയായി അറിയപ്പെട്ടു. ഇവര് യമനിൽ കാത്തിമീകളാണ്. ഇവിടെ കേരളത്തിൽ വന്നാൽ കാത്തിമീകൾ എന്ന് എങ്ങനെ പറയാ? അപ്പോൾ ബാലവി തങ്ങന്മാർ ഇവർക്ക് ഇനിഷ്യൽ നിശ്ചയിച്ചു കൊടുത്തു. ആ ഇനിഷ്യലാണ് എഴുത്തച്ഛൻ കണ്ടി. ഇവിടെ ഇല്ല, അതാണ് ഇരിക്കെ.
ഇന്നിവിടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരെ ആ കാത്തിബീങ്ങൾക്ക് സഹാബികളിൽ വലിയ പ്രത്യേകതയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ ഇറങ്ങിയപ്പോൾ കാത്തിബീങ്ങളെ തിരഞ്ഞു. ആ ഹബീബായ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളായ ബാലവീതങ്ങന്മാരെ കേരളത്തിലേക്ക് പോന്നപ്പോൾ കാത്തിബീങ്ങളെയും കൊണ്ടുവന്നു. ആ കാത്തിബീങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ബാലവീതങ്ങന്മാരെ അവർക്ക് ഇനിഷ്യൽ നിശ്ചയിച്ചു. അതാണ് എന്ത്? എഴുത്തച്ഛൻ കണ്ടി. കണ്ടി കണ്ടി എന്ന് ഞങ്ങളെ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് കണ്ടി കണ്ടി എന്ന് പറഞ്ഞാൽ വളപ്പ് എന്നർത്ഥം. നിങ്ങൾ വിചാരിച്ച കണ്ടിയല്ല. എഴുത്തച്ഛന്മാര് താമസിക്കണ വളപ്പ് എഴുത്തച്ഛൻ കണ്ടി. അതാണ് എന്ത്? അതാണ് ഈക്കെ. അപ്പോൾ മുത്തുനബിന്റെ പേരക്കുട്ടികളെ എഴുത്തുകാരവര്. അപ്പൊ ക്രിസ്ത്യാനി അസല് വേണം. ആ കിർക്കൻ ചോദിച്ചല്ലോ, കൈഫനസ്മോഫിക്കും, എങ്ങനെയുണ്ട് തറവാട്? അപ്പോൾ പറഞ്ഞേ അബൂസുഫിയാൻ പറഞ്ഞേ, എന്നെങ്കിലും എനിക്ക് മുഹമ്മദിനെ പറ്റി നോണ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് പറയും. പക്ഷെ പറയാൻ നാവാട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു ദൂ നസബിൻ ഷരീഫിൻ, വലിയ തറവാട്ടുകാരനാ. അപ്പോൾ അയാൾ പറഞ്ഞു, രാജാവ് പറഞ്ഞു വഖറാജിക്കല്ല അമ്പിയാവും, വലിയ തറവാട്ടുകാരായിരിക്കും. ഒക്കെ തറവാട്ടുകാരാ. തറവാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ഈ പ്രശ്നം, ഇന്നത്തെ ഈ ലോകത്തുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തറവാട്ടുകാരൻ വരണം. അത് മഹാനായ ഇമാം മഹ്ദി. ചിന്തിക്കണം. ഒരു 10 മിനിറ്റ് ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ 90 വർഷം എന്നാൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കരിങ്കാലി പണിയെടുത്ത് പോയവരുണ്ടായി. നേരത്തെ സമദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ബാപ്പ മരിക്കാൻ കാത്തിരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ബാപ്പാനെ കസേരയിൽ ഇരിക്കാൻ ധൃതി കൂടിയവരുണ്ടായി. പലരും ഉണ്ടായി. പൈസയുടെ നീളിപ്പ് കാട്ടിയിട്ട് വലിപ്പത്തരം കാട്ടിയവരുണ്ടായി. പലരും ഉണ്ടായി. പക്ഷേ അതിനൊരു മാനദണ്ഡം അവർ തന്നെ കാണിച്ച് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്, ഇത് കാലശേഷം കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ റഹിമഹുല്ലാഹ്, അവരുടെ കാലശേഷവുമാണ് ഈ പിളർപ്പ് ഉണ്ടായത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയ മുസ്ലിമീങ്ങൾ നല്ലൊരു ശതമാനം ബുദ്ധിമുട്ടും. ഇന്ന് പേക്കണമെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ളൂ. എനിക്ക് പേക്കന്നെ വേണമെന്ന് ഒരാൾക്ക് നിയത്ത് ചെയ്തിട്ടുണ്ടോ ഓൻ പേച്ചോ. അല്ലാതെ ഇന്ന് പേക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ അള്ളാഹു ഇടപെടും. ആ ഇടപെടലാണ് പേക്കാൻ സാധ്യതയുള്ളത് ഈ മഹാന്മാരെ കാലഘട്ടത്തിൽ പേച്ചത്. ഇത് മാനദണ്ഡമാണ്. ഈ 2 മഹാന്മാരും മാനദണ്ഡമാണ്. എന്തുകൊണ്ട്? വലിയ മുത്തഖീങ്ങളാണ്, വലിയ സാഹിത്യങ്ങൾ, സ്ഫൂർത്തികൾ, വലിയ മഹാന്മാരാണ് അവർ. ചിന്തിക്കുക. 50 പൈസ വാഴക്കാട് പള്ളിയിൽ 50 പൈസ ഒന്നെടുത്തപ്പോൾ ഹൗന്ന് ചാടി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് നമ്മളൊന്നാഹു മറക്കഥ. അപ്പോൾ ഏന്തിച്ച് കുപ്പാകയൊക്കെ നനഞ്ഞ് ഏന്തിച്ചു. കുറെ ഏന്തിയിട്ടും ഈ 50 പൈസ കിട്ടിയില്ല. അപ്പോൾ ഒന്നെടുക്കാൻ വേണ്ടി വേറൊരാൾ ഇങ്ങനെ വന്നു. ഉസ്താദ് ഇങ്ങനെ കുപ്പായം 3/4 ഭാഗം നനഞ്ഞിട്ട് 50 പൈസക്ക് വേണ്ടി ഏന്തിക്കണ് കണ്ടപ്പോൾ ഇയാൾ ചോദിച്ച് ഞാൻ എടുത്തേരട്ടേന്ന് വെച്ചു. ആണെന്ന്. അങ്ങനെ അയാൾ ഇറങ്ങി 50 പൈസ സോഴ്സ്. അപ്പോൾ വാങ്ങി സന്തോഷത്തോടെ പോക്കറ്റിൽ വെച്ച് ബെൽറ്റ് തുറന്നിട്ട് 2 ഉറുപ്പിക സോഴ്സ്. അപ്പൊ അയാൾ ചിരിച്ച് ഇതിനേക്കാൾ നല്ലത് അത് അവർ തന്നെ കർക്കലായിരുന്നില്ലേ എന്ന് വെച്ചു. അല്ലാണോ എന്റെ വിഷയം. ഇത് അള്ളാഹു തആല എന്റെ കയ്യിൽ ഏൽപ്പിച്ച അള്ളാഹുവിന്റെ നിഅമത്തിന്റെ അമാനത്താണ്. ഇത് അവനിടാളല്ല. ഇത് ഖൈറായ കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹിനെ ഏൽപ്പിച്ച. ഞാനത് അവിടെ ഇട്ടിട്ട് പോയാൽ അള്ളാഹിന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാവും. എന്തേ ഞാൻ തന്നെ നിഅമത്തിനെ നിസ്സാരവൽക്കരിച്ച് ചോദിച്ചാൽ ഞാൻ അവിടെ കുടുങ്ങിപ്പോവും. പിന്നെ ഞാനെന്തിനാ 2 രൂപ ഇക്കോളം അവളെ ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഈ ഇറങ്ങിയാൽ അത് എടുത്തു തന്നിട്ട് 2 രൂപയെങ്കിലും നിനക്ക് തന്ന് തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അച്ഛങ്ങാതി അങ്ങനെ അവളിറങ്ങി മുങ്ങി പൈസ തന്നിട്ടും ഒന്നും കൊടുക്കാതെ എന്റെ ഒഴിവാക്കി വിട്ടെന്ന് ചോദിച്ചാലും ഞാൻ കൂടുമോ? അതുകൊണ്ടാണ് ഞാൻ 2 രൂപ കൂലി എന്നത് എന്ന് മഹാനായ കണ്യത്ത് ഇവനാണ് ഇതുണ്ടാക്കിയത്.
അല്ലാതെ അവിടുന്ന് 100 പിരിപ്പിച്ചിന് 60-40 ആക്കിയവരല്ല. അങ്ങനല്ല. അല്ല, ഇത് 60-40 അല്ല. ഇത് ഗൾഫിൽ റിസീവറായി പോയിട്ട് 60-40 ആക്കിയവരല്ല. ആദ്യം 40 എത്ര, ഇപ്പൊ 60 ആണെന്നാ കേൾക്കുന്നത്. ഇപ്പൊ അസിലേക്ക് 40യും ഇങ്ങോട്ട് 60യും അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അതല്ലതുണ്ടാക്കിയത്. അങ്ങനെ വന്ന ഒരു മജ്‌ലിസിൽ മഹാനായ കണ്യത്ത് അഹ്മദ് മുസ്ലിയാരെ ക്ഷണിച്ചിരുന്നു. അവരും വന്നു. അങ്ങനെ വയലിന് വന്ന് വെയിലിത്തറ വന്നപ്പോ പറഞ്ഞു, ഞാൻ വന്നതേ വയലിനൊന്നുമല്ല, നിങ്ങളൊന്ന് കാണാനാ. നിങ്ങളെ വാപ്പയും ഞാനും ഒന്നിച്ചോടിയതാ. അന്ന് ഞാൻ ഒരു ഉറുപ്പിക വാപ്പാന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. മരിക്കലിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ വാപ്പാക്ക്. അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ ഒരു ഉറുപ്പിക കൊണ്ട് വന്നതാ. നിങ്ങളെ ഏൽപ്പിച്ചേക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉത്തരവാദിത്വം, എന്റെ കടബാധ്യതയാണ്. വാപ്പാക്ക് കൊടുത്തു തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അനന്തരവാസികളെ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്. നിങ്ങൾ വന്നപ്പോ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു ഉറുപ്പ് എടുത്തിട്ട് കണ്യത്ത് അഹ്മദ് മുസ്ലിയാര് അത് കൊടുത്ത്, കണ്യത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഉറുപ്പ് എടുത്ത് തന്നെ വെയിലിത്തറ സന്തോഷത്തിൽ വാങ്ങി പോക്കറ്റിൽ വെച്ചപ്പോ കണ്യത്ത് അതിന് പിന്നെയും ചൂടായി. അങ്ങനെ പോക്കറ്റിൽ വെക്കാൻ പറ്റുമെന്ന് വെച്ചു. നിങ്ങൾ എത്ര മക്കളാണെന്ന് വെച്ചു. മക്കളെ എണ്ണം പറഞ്ഞു വെച്ചു. അപ്പൊ പറഞ്ഞു, ഇത് മുഴുവൻ കൂടി നിനക്ക് പോക്കറ്റിൽ വെക്കാനുള്ളതല്ല. ഇതിൽ ഏട്ടന്മാർക്ക് ഇത്ര കൊടുക്കണം, പെണ്ണന്മാർക്ക് ഇത്ര കൊടുക്കണം. എല്ലാ ഫറായിലും നിയമോട് പറഞ്ഞ് കെറിച്ച് കൂട്ടിയിട്ട് നിനക്ക് ഇത്ര പൈസ അതിന് ബാക്കിയുണ്ടാവും. അങ്ങനെ പോക്കറ്റിലും വെച്ചാൽ പോരാ. ഇത് എത്രയാണ് നിനക്ക് അവകാശമുള്ളതെന്ന് പഠിച്ചോന്ന് പറഞ്ഞ് ഫറായിലിന്റെ ഏതാ എന്റെ സംഭവം 1 കോടിയല്ല. ഇന്നിപ്പോ നമ്മളിപ്പോ ഒറ്റപ്പാലത്തിൽ ബന്ധമെന്നൊക്കെ പറഞ്ഞ അന്നത്തെ 1 കോടിയാ. ഇത് കാലി രൂപ. ഈ മഹാന്മാർ ഇവരാണ് ഉണ്ടാക്കിയത്. ഇവർ വിശുദ്ധരായിരുന്നു, ഇവർ മുത്തഖീങ്ങളായിരുന്നു. ഇവർക്ക് അല്ലാഹു കൊണ്ടോട്ടിക്കടുത്ത് അൻസാർ യതീംഖാനയുടെ തറക്കല്ലിടാൻ വേണ്ടി മുണ്ടംപറമ്പിൽ കൊണ്ടുവന്നു. കണ്യത്ത് അഹ്മദ് മുസ്ലിയാരെ 35 കൊല്ലം മുമ്പ് തറക്കല്ലിട്ടു വരിക. അപ്പോൾ ആരെ പറഞ്ഞ അടുത്ത വീട്ടിൽ ചായ ഉണ്ട്. അപ്പൊ പറഞ്ഞ ചായ വേണ്ടെന്നോ നിർബന്ധിച്ചു. അപ്പോൾ പറയുന്ന പുരക്കാരൻ വരട്ടെന്നോ. പുരക്കാരനെ കൊണ്ടുവന്ന് അപ്പോൾ പറഞ്ഞ്, രാവിലെ ആൾക്കാർ ചായ കടി വേണ്ടാത്തത്. ഞാനിപ്പോ പുറത്തുനിന്ന് തീറ്റ വളരെ കുറച്ച്, ഹക്കും ബാത്തിലൊന്നും മനുഷ്യന്മാർക്ക് ഓർമ്മയില്ലാത്ത കാലമായിട്ടുണ്ട്. ഞാൻ എന്റെ പുരയ്ക്ക് വരണമെങ്കിൽ എനിക്ക് ചായ കുടിക്കാതെ ഞാൻ ധൃതിപ്പെട്ടു പോണത് പുരയിൽ പോയി ചായ കുടിക്കാൻ തന്നെയാണ്. പിന്നെ എനിക്കിപ്പോഴത്തെ ഭക്ഷണത്തിനൊന്നും അത്ര ഉറപ്പ് കിട്ടുന്നില്ല. ഇനി നീ ഇവരൊക്കെ കേൾക്കെ പറഞ്ഞാൽ ഞാൻ പോരാ. എന്റെ പുരയിൽ ഹറാമായൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അവിടെ വന്നാല് ഹറാമായ ഭക്ഷണം എന്റെ വയറ്റിലേക്ക് ഈ കേട്ടൂല. ഞാനത് പറയാൻ കാരണമുണ്ട്. ഈ അഹമ്മദിനെ ഓർമ്മ വെച്ചിട്ട് ഹറാമായ ഭക്ഷണം ഞാൻ എന്റെ വയറ്റിലേക്ക് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞാലേ ഞാൻ പോയുള്ളൂ എന്നാണ്. അയാൾ ബേജാറായിപ്പോയി. അയാൾ ആദ്യമായിട്ട് കേൾക്കുന്ന കേൾവിയാണ്. അപ്പോൾ അയാൾ ഉറക്കം മുന്നോട്ടും പറഞ്ഞ്, ഞാൻ എന്റെ പോലെ ഹറാമായ ഭക്ഷണമല്ല, ഹറാം അവിടുത്തെ വയറ്റിലേക്ക് കയറൂല. അപ്പോഴായത് ഇതുവരെ പറഞ്ഞത് ഇതുവരെ യതീംഖാന അവരുടെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ സുവനീറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ കണ്യത്ത് അഹ്മദ് മുസ്ലിയാരുടെ ജീവിത വിശുദ്ധി. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 60 കൊല്ലം സമസ്തയുടെ മുശാവറ മെമ്പറാണ് മഹാനായ കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ. നബറല്ലാഹു മർഖദ. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ശംസുൽ ഉലമയും അവർ 40ഓളം കൊല്ലം ഇതിന് നേതൃത്വം നൽകി. എല്ലാ പ്രയാസവും ഉണ്ടായി. അതിനിടയിൽ മരണത്തിന്റെ പ്രയാസമുണ്ടായി. അവിടെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ഇടപെട്ടു. എവിടെയെല്ലാം കുഴപ്പങ്ങളുണ്ടായോ ആ കുഴപ്പങ്ങളെ അമർച്ച ചെയ്തു. അവരുടെ പ്രഭാഷണങ്ങൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഒരു മാനദണ്ഡമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കാലഘട്ടം, ഈ 10-90 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ വരാനുള്ള എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനവർ വളരെ വ്യക്തമായ മാനദണ്ഡവും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യ ശത്രുവാകട്ടെ
ബിദ്അത്തിന്റെ കക്ഷിയാണ്. അല്ലാഹു അവരിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. ബിദ്അത്തിന്റെ കക്ഷിക്ക് ഒരിക്കലും ഇരിപ്പിടം മഹല്ലുകളിൽ കൊടുക്കാൻ പാടില്ല. ഉണ്ടായാലോ അവിടുത്തെ ദീൻ നശിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. അവർ ദീൻ ഫസാദാക്കിയ ആളുകളാണ്. ചരിത്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് വിഷയമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങള് ഒരിക്കലും ഒരു ബിദ്അത്തിന് ഒരു ഇടവും കൊടുത്തില്ല. ഞാൻ അറിയുന്ന ഒരു പ്രദേശത്ത് അത്യാവശ്യം ദിക്ർ ചൊല്ലുന്ന ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ ദ്വാക്ക് ഇജാബത്തുള്ള ആൾ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ഒരു അബദ്ധം ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ പരിഭാഷ നടത്തും. അവസാനം സമസ്ത അതിനെതിരെ തീരുമാനമെടുത്തപ്പോൾ മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിയുടെ അനുജൻ ആ മഹല്ലിലേക്ക് ഖുത്ബ പരിഭാഷയ്ക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഹദ, അല്ലാഹുവിന്റെ ദറജ എത്തി കൊടുക്കട്ടെ. അപ്പൊ ചില ആളുകൾ വന്ന് പറഞ്ഞു, ആ മഹല്ലിലെ മുസ്ലിയാരാണ് ഖുത്ബ പരിഭാഷ ചെയ്യുന്നത്, അയാളോട് പറയാൻ എല്ലാവർക്കും ഒരു മടി. അയാൾ ദ്വാക്ക് ഇജാബത്തുള്ള ആളായി അറിയപ്പെട്ടിരുന്നു. നാട്ടില് കുറച്ച് ദിക്റും കാര്യമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ചില ആളുകൾ വന്ന് വയസ്സന്മാർ വന്നിട്ട് പറഞ്ഞു, അസംബോധനെ ഇത് ഇവിടെ വേണ്ട, നിങ്ങൾ പോയിക്കൂടി, അയാളെ മരണം വരെ ചെയ്യേണ്ടതൊക്കെ അത് ചെയ്തോട്ടെ, പിന്നെ നമുക്ക് അയാൾ മരിച്ചിട്ട് നമുക്കതൊക്കെ നിർത്താം. ഇത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല, അയാളെ തൊള്ളയിൽ മറിച്ച് തീയാണ്. ഇവിടുത്തെ കുറ്റങ്ങൾ നമ്മൾ അങ്ങനെ നിൽക്കണ്ടാവും. അല്ല, അസംബോധനാണ് ചിരിച്ച് സമൂലയിൽ ചിരിച്ച്. അങ്ങനെ ചില ആളുകളെ തൊള്ളയിൽ തീയുണ്ടായതുകൊണ്ടായിരിക്കും അസന്റെ തൊള്ളയിൽ അള്ളാഹുത്തല വെള്ളം തന്നത് എന്ന് പറഞ്ഞു. ഇതാണ് സംസ്ഥയുടെ ആലിമീങ്ങൾ. അവരും ഓരോരുത്തരും വിട്ടിട്ടില്ല. അതായത് ദീനിൽ കള്ളത്തരം കാട്ടാൻ ആര് തയ്യാറായോ ഇടപെട്ടിട്ടുണ്ട്. ദിക്ർ ചെല്ലുന്ന വലിയ ഒരു ദാക്കിറുണ്ടായിരുന്നു. ദിക്ർ ചൊല്ലി തല രാണ്ടായപ്പോൾ കണക്കിലേക്ക് ഇറങ്ങിയ ദിക്ർ ചൊല്ലി കണ്ണൂർ ജില്ലയിൽ വെങ്ങാട്ടുകാരൻ ഒരു ദാക്കിർ. അയാൾ പിന്നെ ശൈഖ് മുറബിയായി അറിയപ്പെട്ടു. അയാളുടെ പേരിൽ കുറെ തൊഴിക്കത്തും കാര്യമൊക്കെ അവിടെ നടന്നപ്പോൾ കണ്ണൂർ ജില്ലക്കാർ കുറെ ആളുകൾ ശംസുൽ ഉലമയുടെ അടുത്ത് വന്നു. ഇങ്ങനെ വലിയ ദാക്കിറായ ഒരാൾ വന്നിട്ടുണ്ട്, കുറെ ആളുകൾ തെർബിയത്ത് സ്വീകരിച്ച് ബൈഅത്ത് സ്വീകരിക്കുന്നുണ്ട്, നമുക്കൊന്ന് ചെയ്തൂടെ? ആള് കിണറ്റിലാണ്. കിണറ്റിലേക്ക് ഇങ്ങനെ മുണ്ടത്തോടുകും. ആ കുമ്പും മുണ്ടും മൂപ്പലും പിടിക്കും, കരയുള്ള ആള് മുള്ളും പിടിക്കും. എന്നിട്ട് ബൈഅത്ത് ചൊല്ലിക്കൊടുക്കും. ദാക്കിറായ ആള് തലപിലാണ്ടായപ്പോൾ തലച്ചൂടായപ്പോൾ ലൈന് തെറ്റിയപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങിയാണ് ദിക്ർ ചെല്ലുന്നത്. അപ്പോൾ ശംസുൽ ഉലമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ പിന്നെ ഔലിയാവൂല, എന്നാൽ തവളയിരിക്കും എന്നാണ്. ഞാനതുവരെ നിങ്ങൾ സ്റ്റേജ് എത്തിക്കൊള്ളുന്നോ? സ്റ്റേജ് കെട്ടി ഒറ്റ ദിവസം വെങ്ങാട് തൊലിക്കത്ത് അന്ന് പൂവിട്ട് അവസാനിച്ചു. അതിന്റെ കഥ അന്ന് കഴിഞ്ഞ്. നമ്മൾ നോക്കുക, അത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവിടെ ദീനിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ്. അത് തകർക്കാൻ അവർ സമ്മതിച്ചേ ഇല്ല. അതിന് വേഷഭൂഷാദികളിൽ വഞ്ചിതരാകരുത്. ഇപ്പോൾ പുതിയ ചില ആളുകൾ നമ്മുടെ നാടുകളിൽ വല്ലാതെ വിരസുന്നുണ്ട്. അത് തബ്ലീഗ് ജമാഅത്താണ്. തബ്ലീഗ് ജമാഅത്തിനെ കരുതിയിരിക്കണം. അത് ശുദ്ധ വഹാബിസമാണ്, യാതൊരു സംശയവും വേണ്ട. അവർക്ക് ഇരിക്കാൻ തണല് കൊടുത്താൽ നാട് അവർ നശിപ്പിച്ചു കളയും. അവർ വ്യക്തമായ വഹാബികളാണ്, യാതൊരു സംശയവും വേണ്ട. താടി വേണ്ടത് നിങ്ങൾ ബേജാറാകണ്ട. താടി മൂപ്പര് നീട്ടിയതല്ല. താടി ഒരാൾക്കും നീട്ടാൻ കഴിയൂല. താടി നീട്ടുന്ന പണി താടി ഇങ്ങനെ പിടിച്ചാൽ നീങ്ങൂല. മൂപ്പര് കുറച്ചാഴ്ച ആ ബാർബർ ഷാപ്പ് കയറിയിട്ടില്ല എന്ന് മാത്രമേ അതിന് വരുള്ളൂ. താടി നല്ലതല്ലേ? നല്ലവർക്ക് താടി ഉണ്ടായാൽ നല്ലതാണ്. അല്ലെങ്കിൽ താടിക്ക് കറാമത്തുണ്ടെങ്കിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനും കറാമത്തുണ്ടാവും. അയാൾപ്പോഴത്തെ ഒരു താടി നമ്മൾ കണ്ടിട്ടില്ല, വലിയ താടിയാണ്. തലേക്കെട്ട് അങ്ങനെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പോലത്തെ തലേക്കെട്ട് ഇന്ത്യ രാജ്യത്ത് ഞാൻ വേറൊരാൾക്ക് കണ്ടിട്ടില്ല. നിസ്കാരത്തായപ്പോ അങ്ങനെ തന്നെ ഞാൻ കണ്ട ഫോട്ടോയിൽ ഏറ്റവും വലിയ നിസ്കാരത്തായമ്പ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക പട്ടിക്കാട് പ്രസംഗിച്ചപ്പോ ശംസുൽ ഉലമയോട് ചോദിച്ചു, മിർസയെ കാപ്പു എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാപ്പു എന്ന് പറയാൻ പറ്റൂല, ഫുൾഫു എന്ന് പറയണമെന്ന് പറഞ്ഞു. കാലല്ല, ഇത് ഫുള്ളാണ്. പിന്നെ റാബിത്ത പറഞ്ഞ ഇയാളുടെ അഫറാണ്. ആദ്യം പറഞ്ഞ ശംസുൽ ഉലമ, ആദ്യം പറഞ്ഞ അവസ്ഥ. അതാണ് അവസ്ഥ. അതുകൊണ്ട് ചിന്തിക്കണം.
നമ്മൾ ഈ നന്മ മനസ്സിലാക്കി ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കണം. പിന്നെയോ ബിദ്അത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ചില ആളുകൾ, ചില വേഷധാരികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരെയും കരുതിയിരിക്കണം. അവർ സുന്നത്യമായിട്ട് പറയും, പക്ഷെ അവർ എന്ത് അഡ്ജസ്റ്റിന് തയ്യാറാണ്. അവര് സുന്നത്യമായിട്ടുള്ള ആളുകളല്ല, അവരുടെ ആളുകളാണ്. അവരുടെ ലക്ഷ്യം അവർക്ക് നടക്കുക, അവർക്കുണ്ടാക്കുക എന്നതല്ലാത്ത ഒരു താല്പര്യവും അവർക്കില്ല. അതുകൊണ്ട് അവരെയും നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ മഹലിൽ കൃത്യമായി എന്തുകൊണ്ടിന് വളരെ വിശദമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതി അറിയാം. അല്ലാഹു ദീനിന്റെ ദഅവത്തിന്റെ അടിത്തറയാണ്. പരിപ്രയാസം ഉണ്ടാവില്ല. മഹനീയ മുഹമ്മദ് മുസ്തഫ വലിയ വാഹനപ്പുറത്ത് കയറും. പള്ളിയുടെ വാതിൽക്കൽ വരെ അവർ വലിയ വാഹനപ്പുറത്ത് സഞ്ചരിക്കും. അവര് എന്റെ സമുദായത്തിന് സുഖനൂലിപന്മാരായ ജനതയാണ്. അവർക്ക് അവർ വിവിധ നിറമുള്ളവർ കഴിക്കും, കുടിക്കും. അവരിങ്ങനെ തടിച്ചൊരുള്ളും. അങ്ങനെ വലിയൊരു കൂട്ടർ വരാൻ പോകുന്നുണ്ട്. ഉദാഹരണ ഷിറാർ ഉമ്മത്തി അവരുടെ സമുദായത്തിന് മോശപ്പെട്ടവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇവിടെ മാനദണ്ഡമാണ്. നമ്മുടെ കൂടെയുള്ള പുതിയ ചെറുപ്പക്കാർക്കും ഞാനൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ശംസുൽ ഉലമ ഒരു സ്കെയിലാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ശംസുൽ ഉലമയുടെ ആണ്ടിന്റെ സമയം കൂടി ആയതുകൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരും ഡോക്ടറേറ്റ് പഠിക്കുന്നവരും എല്ലാം ഉണ്ട്. നല്ല കാര്യമാണ്. അതൊക്കെ നമുക്ക് ഉപകരിക്കും. നല്ലതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷേ മാനദണ്ഡം ശംസുൽ ഉലമയും കണ്ണിയത്തും തന്നെയാണ്. അവരുടെ റൂട്ടിൽ വായിക്കണം. അവരുടെ റൂട്ടിൽ വായിക്കാതെ മറ്റാരുടെയെങ്കിലും ചിന്താധാര കൊണ്ടുവന്നാൽ അവരെ സുന്നിയായി അംഗീകരിക്കാൻ പറ്റൂല. ഒരു ശംസുൽ ഉലമ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹും അവരുടെ രീതിയിൽ പിഴച്ച് അവരെ ഉസൂലിൽ നിന്ന് തെറ്റി ഒരാൾ പറഞ്ഞാൽ അയാൾ സുന്നിയായി അംഗീകരിക്കൂല. മുദരിസാണെങ്കിൽ അയാൾ മുദരിസല്ല, സുന്നി മുദരിസല്ല. അയാള് വലിയ ആലിമാണെങ്കിൽ സുന്നികൾ അയാളെ ആലിമായി അംഗീകരിക്കുകയില്ല. വളരെ ചിന്തിക്കണം. ഉസൂലിൽ അവരാണ് മാനദണ്ഡം. ആ മാനദണ്ഡത്തിന് പുറത്തേക്ക് പോകാൻ ഒരാൾക്കും അവകാശമില്ല. ഇതെല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നും ഈ സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്പിയാക്കൾക്ക് നുബുവത്തിന് ശേഷം മാത്രമല്ല, നുബുവത്തിന് മുമ്പ് പോലും ഒരു ജല്ലാത്ത് സംഭവിക്കാൻ പാടില്ല എന്ന വിശ്വാസം കേരളത്തിൽ ഊട്ടിയുറപ്പിച്ച ആൾ മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിയാണ്. അത് നമ്മൾ ചിന്തിക്കുന്ന മാനദണ്ഡമാണ്. ഇനി അതിൽ നമുക്ക് ചർച്ചയില്ല. അതിനെ നന്നാക്കുന്നിടത്തെ ചർച്ചയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഇനിയൊരു നബി വരാനുണ്ടോ ആവോ എന്നാലോചിച്ച് പഠിച്ചാൽ ഓൻ ഗാഫറായി. മനസ്സിലായില്ല. വിശ്വാസം ആദ്യം ഓർക്കണം. അല്ലാഹുവിന്റെ ഹബീബിന് ശേഷം ഇനി വേറെ നബി പറ ഇല്ല. ഇനി അതിനെ അരക്കി തുറക്കുന്ന തെളിവേ തേടേണ്ടുള്ളൂ. ഇതാര് പഠിപ്പിച്ചു? ഇത് ഗുരുനാഥ പഠിപ്പിച്ചു. ഗുരുനാഥനാര് പഠിപ്പിച്ചു? ആ ഗുരുനാഥന്റെ ഗുരുനാഥ പഠിപ്പിച്ചു. അവർക്കാര് പഠിപ്പിച്ചു? മുത്ത് മുഹമ്മദ് മുസ്തഫ തന്നെ. ഇനി വരുവാവോ എന്ന് ചിന്തിച്ചാൽ കാഫറാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ വൈബിയായ ഔലിയാക്കൾക്ക് വൈബ് പറയുന്ന മസ്അലയുണ്ട്, തവസ്സുലിന്റെ മസ്അലയുണ്ട്, ഇസ്തിഗ്സാഫിയുടെ മസ്അലയുണ്ട്, റഹ്മത്തുൽ അംബിയാ ഉണ്ട്, പലതുമുണ്ട്. എന്ത് തീസീസും എഴുതിക്കോളി. പക്ഷെ ഇവിടുന്ന് മാറാൻ പാടില്ല. ഖിയാമത്ത് നാൾ വരെ കേരളത്തിന്റെ മാനദണ്ഡം ശംസുൽ ഉലമയായിരിക്കും. അള്ളാഹു തആല അതിൽ തൗഫീഖാണ്. അത് അള്ളാഹു അങ്ങനെ വരുള്ളൂ. എന്തുകൊണ്ട്? അതിനേക്കാൾ വലിയൊരാൾ വന്നൂടെ? പെട്ടെന്ന് വരൂല. ഷംസ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഷംസ് നിന്ന് അത്ര കാലം കഴിയാതെ ഷംസ് പുറത്തിയാടൂല. നിങ്ങളിവിടെ എന്തോ ആവോ. ഷംസ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഷംസ് ചാടൂല.
അതിനു മുമ്പിലും അതിനു പിമ്പിലും ശിരിക്കും അത്യർത്ഥൻ ഫലം സുദുസ്സഹം എന്നാണ് ഉള്ളൂര് പറഞ്ഞത്. നിറഞ്ഞാൾ 100 ഒരാളെ വരൂ, പിന്നെ അത് കഴിഞ്ഞ് 100 കൊല്ലെങ്കിലും കഴിയും അടുത്ത ആൾ വരാൻ എന്ന് ഉള്ളൂര് അവതാരത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവതാരം എന്നത് മാറ്റിച്ചാൽ അത് കൃത്യമാണ് സംഗതി. മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീഖ് ചെയ്ത നാട്ടില് അള്ളാഹു തൗഫീഖ് ചെയ്ത ആൺകുട്ടിയാണ് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ചിന്തിക്കണം. ആത്മീയ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നവരുടെ മധ്യത്തിലേക്ക് ഇന്നിതാ ബഹുമാനപ്പെട്ട മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് മാസത്തിൽ ഒന്നിച്ചു ചെല്ലാനും ദിവസം വീടുകളിൽ ചെല്ലാനും ബഹുമാനപ്പെട്ട മജ്‌ലിസുൻ നൂർ നടപ്പിലാക്കിയ മഹല്ലുകൾക്ക് കൈപൊക്കാം. ഞാൻ വയസ്സായ ആളുകളെ കൊണ്ട് കൈപൊക്കിക്കല്ല, എങ്കിൽ ഞാൻ ചെയ്യുന്നത് കൈപൊക്കാന്നവരെ എണ്ണാൻ വേണ്ടിയല്ല, ബാക്കിയുള്ളവർ നിർബന്ധമായും മഹല്ലുകളിൽ മജ്‌ലിസുൻ നൂർ നടപ്പിലാക്കണം. ഇന്നീ ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു അവർക്ക് പ്രത്യേക ദറജ ഏറ്റിക്കൊടുക്കട്ടെ. തോന്നിയതിന്റെ പിന്നാലെ പോയിട്ട് തോന്നിയ സംഘടനകളിൽ അംഗമാകുന്ന ചെറുപ്പക്കാരെ നേരായ വഴിക്ക് കൊണ്ടുവരാനും മുസ്ലിമത്ത് നാട്ടിൽ നിന്ന് അകന്നു പോകാനും മുസ്ലിമീങ്ങൾക്ക് കെട്ടുറപ്പും ഭദ്രതയും ഉണ്ടാകാനും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകാനുമുള്ള ഏക വഴിയാണ് ഇന്നത്തെ മജ്‌ലിസുൻ നൂർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുൻഗാമികൾ ഏത് പ്രയാസമുണ്ടായാലും ബദരീകളിൽ അഭയം തേടുമായിരുന്നു. അത് ഇന്ന് ഇപ്പോൾ ഒരു മിനിറ്റോട് പറഞ്ഞാൽ തീരൂല, അത് പിന്നെ പറയാം, നിങ്ങൾക്കറിയുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മജ്‌ലിസുൻ നൂർ പാണക്കാട്ട് പോയി സമ്മതം വാങ്ങണം, കുറ്റിപ്പോയി സമ്മതം വാങ്ങണം, പാണക്കാട്ട് സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ സമ്മതം കിട്ടിയ ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പഠിക്കുന്നുണ്ട്. സമ്മതമുള്ളവരിൽ സമ്മതം വാങ്ങിയിട്ട് എല്ലാ മഹല്ലുകളിലും ഈ ഒരു പരിപാടി കഴിയുമ്പോൾ കേട്ടുപോയാൽ പോരാ, ഒരു ബാക്കി പത്രം വേണം. ഈ മാസം തന്നെ മഹല്ലുകളിൽ ബഹുമാനപ്പെട്ട മജ്‌ലിസുൻ നൂർ നടപ്പിലാക്കണം. അതിന് വലിയ നേട്ടമുണ്ടാവും. എന്തിന്? മാറ്റൻ മാനവീയൻ എല്ലാ വ്യത്യാസമുണ്ടാവും. മാറ്റിയ മാനവീയൻ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നാട്ടിൽ ബറക്കത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, വലിയ നിഅമത്തുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈമാൻ ഉറക്കും, രോഗമില്ലാതെയാവും, പല പ്രശ്നവും പരിഹരിച്ചു പോകും. മുണ്ടക്കുളം എന്ന മഹല്ലിൽ, അവിടെ മുണ്ടക്കുളം എന്ന കൊണ്ടോട്ടിക്കടുത്ത മഹല്ലിൽ ഒരു കൊല്ലത്തിനുള്ളിൽ നാട്ടുകാരണവന്മാർ 11 ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചപ്പോൾ പരിഹാരമായി ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് ആത്മീയ സദസ്സാം. അതോടുകൂടെ അത് അവസാനിപ്പിച്ചു. എന്റെ മഹല്ലിൽ പ്രസിഡന്റ് ക്യാൻസർ ബാധിച്ച് മരിച്ച്, മഹല്ലിൽ ഖജാജി ക്യാൻസർ ബാധിച്ച് മരിച്ച്, പല ആളുകളും പ്രയാസത്തിലായി. മഹല്ലിൽ സെക്രട്ടറി ആക്സിഡന്റിൽ മരിച്ചു. ഞങ്ങള് അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ അടുത്ത് പോയി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾ അന്ന് മജ്‌ലിസുൻ നൂർ തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ മജ്‌ലിസുൻ നൂർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞ്, ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഈ ക്യാൻസർ നാട്ടിൽ നിന്ന് എടുത്തു പോകാൻ ഒരു പരിഹാരം പറഞ്ഞുതരാം. ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ജുമാ കഴിഞ്ഞ് ചെറിയ ഒരു ദുആ നടത്തിയിട്ട് ആരും പോകാതെ അവിടെ ഇരുന്നിട്ട് ആ അസ്മാഉ ബദർ മാത്രം ഒന്ന് ചെല്ലുക. ഓക്കെ, الشيخ الداراني أن الدعاء مستجاب عند ذكر أسماء التوسل بهم فنسأل الله بنبينا സയ്യിദ്നാ മുഹമ്മദ് വഅബീ ബക്കർ എന്നാണ് തുടങ്ങി. 313 ആ മഹാന്മാരെ പേരൊന്ന് ചൊല്ലിയിട്ട് പിന്നെ തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലി ബദീരി അല്ലാഹ് എന്ന പേറ്റും ചൊല്ലുക, എന്നാ പ്രശ്നം നീങ്ങുമെന്ന് പറഞ്ഞു. 6 കൊല്ലമായി എന്റെ മഹല്ലിൽ നടപ്പിലാവുന്നുണ്ട്. അതിന് ശേഷം ക്യാൻസർ ബാധിച്ച് മഹല്ലിൽ പ്രധാനപ്പെട്ട ആൾക്ക് ഒന്നും പറ്റില്ല. സാക്ഷിയാണ് ഞാൻ, അനുഭവസ്ഥനാണ് ഞാൻ. ഇപ്പോൾ മഹല്ലിൽ മജ്‌ലിസുൻ നൂറുമുണ്ട്. എല്ലാ മാറ്റിയുള്ള മാനവീയൻ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാക്കാവുന്ന ഒരു സംഗതിയാണ് മജ്‌ലിസുൻ നൂർ. ഇല്ലെങ്കിൽ തോന്നിയ കള്ളത്തൊരീക്കത്തുകാർ നാട്ടിൽ കയറിക്കൂടും. അവർ തോന്നിയത് പറഞ്ഞു കൊടുക്കും, നാട് നാശമാകും. ബിദ്അത്തിന്റെ കക്ഷികൾ ജനങ്ങളെ കൊണ്ടുപോകും. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ ബഹുമാനപ്പെട്ട പൂന്നോടിയായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട SYS പാലക്കാട് ജില്ലാ കമ്മിറ്റി ചെയ്തിട്ടുള്ള വളരെ മഹത്തായ
ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. വലിയൊരു ബോധവൽക്കരണ പരിപാടിയാണിത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന സമസ്തയുടെ സമ്മേളനം വൻ വിജയമാക്കാൻ എല്ലാവരും അധ്വാനിക്കണമെന്നും മാത്രമല്ല ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാദിന്റെ നേതൃത്വത്തിലും ആനക്കുടിസ്ഥാന്റെ നേതൃത്വത്തിലും തെക്കും വടക്കും ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജില്ലയിൽ കാര്യമായി അത് ഭംഗിയായി അതിന്റെ അർത്ഥത്തിലും അതിന്റെ ഗൗരവത്തിലും പരിഗണിച്ച് എല്ലാ എതിർകക്ഷികളുടെയും നാവടിയുന്ന വിധത്തിലുള്ള സ്വീകരണവും പരിപാടികളും സംഘടിപ്പിച്ച് ഇത് വലിയ വിജയമാക്കണമെന്നും എല്ലാവരും അതിനെ ശ്രദ്ധിക്കണമെന്നും ഒരു നിലക്കും നമ്മൾ വിശ്രമിക്കേണ്ട സമയത്തിലല്ല നമ്മളുള്ളത്. പുതിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ കൂട്ടായ്മ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു തആല പ്രത്യേക ഇസ്സത്തും ശിഫായും നൽകട്ടെ. മുൻഗാമികൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ യഥാർത്ഥ പിൻഗാമികളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരുമാറാകട്ടെ.